തൻ്റെ സിനിമാ ശൈലിയിലുള്ള അവതരണത്തിലൂടെ തമിഴ്നാട് നിയമസഭയെ തന്നെ ഇന്ന് ശ്രദ്ധാകേന്ദ്രമാക്കിയിരിക്കുകയാണ് മുഖ്യമന്ത്രി വിജയ്. നടൻ്റെ പാർട്ടി എന്ന് പരിഹസിച്ചവർക്ക് അതേ നാടകീയതയോടെ മറുപടി പറഞ്ഞു വിജയ്. താൻ അധികാരത്തിലെത്തിയത് എളുപ്പ വഴിയിലൂടെയല്ല, തമിഴ് ജനതയുടെ വിശ്വാസവും കരുത്തും നേടിയാണ്. സ്റ്റൈലിഷ് അവതരണത്തിനപ്പുറം പക്ഷേ മറ്റു ചില കാര്യങ്ങൾ കൂടി ഇന്ന് ദേശീയ തലത്തിൽ ചർച്ചയാവുകയാണ്. ഇന്ന് വിജയ് ആവർത്തിച്ചത് ഒരു പഴയ നിലപാടാണ്. ഹിന്ദി വ്യാപനത്തിനെതിരെ ആണ് വിജയുടെ നിലപാട്. ദ്വിഭാഷാ നയം തന്നെ മതിയെന്ന് ഉറപ്പിച്ചു പറയുന്നു മുഖ്യമന്ത്രി. നീറ്റ് പരീക്ഷ സാമൂഹിക അസമത്വം സൃഷ്ടിക്കുമെന്ന വാദവും അദ്ദേഹം ശക്തമായി മുന്നോട്ട് വയ്ക്കുന്നു. 12ാം ക്ലാസ്സിലെ മാർക്കിൻ്റെ അടിസ്ഥാനത്തിൽ മെഡിക്കൽ പ്രവേശനം നൽകണമെന്നാണ് ആവശ്യം. കൂടാതെ മത്സരത്തിൻ്റെ ഈ കാലഘട്ടത്തിൽ ഈ നയങ്ങൾ യാഥാർത്ഥ്യ ബോധമുള്ളതാണ്. ദേശീയ തലത്തിൽ ഏകീകൃത പ്രവേശന പരീക്ഷയെ എതിർക്കുന്നത് വിദ്യാർത്ഥികളുടെ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കുമോ, അതോ അവരെ ദേശീയ മത്സരങ്ങളിൽ നിന്ന് അകറ്റുമോ? ഹിന്ദിക്കെതിരായ നിലപാട് ഭാഷാ സ്വത്വ സംരക്ഷണത്തിനാണോ, അതോ പുതിയ അവസരങ്ങൾക്കുള്ള വാതിലുകൾ അടക്കലാണോ? സ്റ്റൈലിഷ് പ്രസംഗത്തിലൂടെ രാഷ്ട്രീയ സന്ദേശം നൽകുന്ന വിജയ് തമിഴ് ജനതയുടെ വികാരങ്ങളെ പ്രതിനിധീകരിക്കുന്നുണ്ടോ, അതോ മാറുന്ന കാലത്തിൻ്റെ ആവശ്യങ്ങളോട് പൊരുത്തപ്പെടാത്ത പഴയ രാഷ്ട്രീയ അവതാരമായി മാറുകയാണ്? പൊതുവേദി ഇതാണ് ചോദിക്കുന്നത്. വിജയ് അവതരിപ്പിച്ചത് പുതിയ കാലഘട്ടത്തിൻ്റെ രാഷ്ട്രീയം തന്നെയോ, അതോ വികാരങ്ങളിൽ പണിത പഴയ ദ്രാവിഡ രാഷ്ട്രീയത്തിൻ്റെ പുതിയ മുഖമോ? ഹിന്ദി വിരുദ്ധതയും നീറ്റ് എതിർപ്പും ഇന്നത്തെ ഇന്ത്യയിൽ ശരിയായ ഒരു നയമാണോ? എല്ലാവർക്കും പൊതുവേദിയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നിയമസഭയിലെ പ്രസംഗത്തിലാണ് വിജയ് തൻ്റെ രാഷ്ട്രീയ നിലപാട് എടുത്തു പറയുന്നത്. നന്ദിപ്രമേയത്തിനുള്ള മറുപടി പ്രസംഗത്തിലാണ് മുഖ്യമന്ത്രിയുടെ ഈ പരാമർശം. നീറ്റ് പരീക്ഷ സാമൂഹിക അസമത്വങ്ങൾക്ക് വഴിവെക്കും എന്ന് അദ്ദേഹം പറയുന്നു. തമിഴ്നാട്ടിൽ ദ്വിഭാഷാ നയം തുടരണമെന്ന് നിയമസഭയിൽ ഉറപ്പിച്ച് വിജയ് പറയുന്നു. ഗവർണറുടെ പ്രസംഗത്തിനുള്ള മറുപടി നൽകുന്നതിനിടയിലുള്ള ഈ പരാമർശം വിദ്യാർത്ഥികളുടെ മേൽ മറ്റൊരു ഭാഷ അടിച്ചേൽപ്പിക്കില്ല എന്ന് അദ്ദേഹം പറയുന്നു. അത് മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി തമിഴ് ദ്വിഭാഷാ നയമാണ് പിന്തുടരുന്നത്. അപ്പോൾ ഈ ഇംഗ്ലീഷ് ഭാഷ ഉപയോഗിക്കാം, തമിഴ് ഉപയോഗിക്കാം, ഹിന്ദി, ഇംഗ്ലീഷ് എന്നിവയ്ക്കൊപ്പം ഒരു പ്രാദേശിക ഭാഷയും പഠിക്കണം. കേന്ദ്രത്തെ എതിർത്ത തമിഴ് ദ്വിഭാഷാ നയമാണ് പിന്തുടരുന്നത് എന്ന് അദ്ദേഹം ഇന്ന് വ്യക്തമാക്കുകയാണ്. ഏതായാലും നിയമസഭാ സമ്മേളനത്തിനെതിരിൽ കടുത്ത വിമർശനങ്ങൾ പ്രതിപക്ഷത്തിനെതിരെ ഉന്നയിക്കുമ്പോഴാണ് ഈ കാര്യം അദ്ദേഹം വ്യക്തമാക്കുന്നത്. ഒപ്പം നീറ്റ് പരീക്ഷയ്ക്കെതിരെയുള്ള നിലപാട് അദ്ദേഹം പറയുന്നു. അത് സാധാരണക്കാരായ ആളുകൾക്ക് അല്ലെങ്കിൽ കുട്ടികൾക്ക് ഈ മെഡിക്കൽ പ്രവേശനം അസാധ്യമാക്കുന്ന ഒരു രീതിയാണ് നീറ്റ് പ്രവേശന പരീക്ഷ എന്ന് അദ്ദേഹം പറയുകയും ചെയ്യുന്നു. എന്നോടൊപ്പം ചേരുന്നത് ശ്രീ മുഹമ്മദാണ്, മഞ്ചേരിയിൽ നിന്ന്. ശ്രീ മുഹമ്മദ്, ഈ വിജയുടെ നിലപാടിനെ ശ്രീ മുഹമ്മദ് എങ്ങനെ വിലയിരുത്തുന്നു? നമസ്കാരം സാറേ. നമസ്കാരം. വിജയ് എന്ന് പറഞ്ഞ ആളെ പുതിയതാണ്. അതേ രാഷ്ട്രീയ പാരമ്പര്യമൊന്നുമില്ല, എങ്കിലും കൂടി ഇപ്പൊ ഭരണത്തിൽ കയറിയതാ. ആരെങ്കിലുമൊക്കെ പറഞ്ഞു കൊടുത്തതിന് അനുസരിച്ച് എന്തെങ്കിലുമൊക്കെ പറയാ ചെയ്യാതിരിക്കുക എന്നുള്ളതാണ്. പക്ഷെ അത് ഒരു പഴകിയ കാര്യങ്ങളാണ് പറയുന്നത് എന്നുള്ളതാണ് എന്റെ അഭിപ്രായം. പുതിയതായിട്ട് അതിലൊന്നും കാണുന്നില്ല. നീറ്റിനെ പറ്റി പറഞ്ഞു, അതിങ്ങനെ ഈ കാര്യത്തിൽ കൂടെയാണ് പറഞ്ഞത്. എങ്കിലും കൂടിയിട്ട് അയാൾക്കൊരു ഭാവിയില്ല, നല്ലൊരു മന്ത്രിയാണ്, നല്ലൊരു മുഖ്യമന്ത്രിയായി വരട്ടെ എന്നുള്ളത് ആശംസിക്കുന്നു. എത്ര എനിക്ക് പറയാനുള്ളത് സാറേ. ഇബ്രാഹിം കുട്ടി എന്നോടൊപ്പം ചേരുന്നത് കാഞ്ഞിരപ്പള്ളിയിൽ നിന്നാണ്. ശ്രീ ഇബ്രാഹിം കുട്ടി. ഹലോ. ശ്രീ ഇബ്രാഹിം കുട്ടി വിജയ് ആരാധകനാണ്? അങ്ങനെയൊന്നുമില്ല. ഈ ദ്വിഭാഷാ നയം മതി എന്ന് വിജയ് പറയുമ്പോൾ അത് തമിഴ്നാട്ടിലെ വിദ്യാർത്ഥികൾക്ക് ഗുണകരമാകും എന്നാണോ അങ്ങ്? അത് മതി, ദ്വിഭാഷാ നയം മതി. കാരണം നമുക്കറിയാം, ഇന്ന് നമ്മള് ഇന്റർനെറ്റിന്റെ കാലഘട്ടമല്ലേ. അപ്പം ലോകത്തെ എല്ലാ രാജ്യങ്ങളിലെ ജനങ്ങളുമായിട്ട് സംവദിക്കുന്ന ഇംഗ്ലീഷ് ഒരു പ്രധാനപ്പെട്ട ഭാഷയാണ്. പിന്നെ പോയിട്ട് നമ്മള് പിന്നെ ഉത്തരേന്ത്യൻ ബെൽറ്റിലോട്ട് പോകുന്നവർക്കാണ് ഹിന്ദിയായിട്ടുള്ള ബന്ധപ്പെട്ട കാര്യങ്ങൾ വരുന്നത്. അപ്പം സ്കൂളുകളിൽ മൊത്തമായിട്ട് അത് പഠിപ്പിക്കണ കാര്യമില്ല, ഓപ്ഷണൽ വിഷയമായിട്ട് ഹിന്ദി പഠിപ്പിക്കുക, അതായിരിക്കും നല്ലത്. അല്ലാതെ ഇതെല്ലാം കൂടി കുഴഞ്ഞു കഴിയുമ്പോൾ കുട്ടികൾക്ക് ഇത് താങ്ങാൻ പറ്റാത്ത അവസ്ഥയിലോട്ട് വരുന്നുണ്ട്, ഒന്നുമില്ലാത്ത അവസ്ഥയിലോട്ട് വരുന്നുണ്ട്. കാരണം ഈ ഭാഷകളുടെ പിന്നെ സമ്മർദ്ദവും അതോടൊപ്പം തന്നെ മറ്റുള്ള വിഷയങ്ങളും ഇതെല്ലാം കൂടെ വന്നു കഴിയുമ്പോൾ കുട്ടികൾക്ക്
എടുക്കാൻ വയ്യാത്ത ഭാരമായിട്ട് പല കുട്ടികളും ഞാൻ ഹയർ സെക്കൻഡറി അധ്യാപകനായിരുന്നു, എനിക്കറിയാം. കാരണം കുട്ടികൾ പലരും വിദ്യാഭ്യാസ മേഖല ഇന്ന് വെറുക്കപ്പെടുന്ന അവസ്ഥയിലോട്ട് വരുന്നുണ്ട്. കാരണം എല്ലാ കുട്ടികൾക്കും ഇതൊന്നും താങ്ങാനുള്ള ശക്തിയൊന്നും ഇല്ല. പ്രത്യേകിച്ച് സയൻസ് വിഷയങ്ങള്, അനവധി ഭാഷകള്, പിന്നെ നമ്മുടെ അങ്ങേക്കറിയാം നമ്മുടെ കുട്ടികൾ കൂടുതൽ ഹിന്ദിയാണ് എടുക്കുന്നത് അല്ലേ, സെക്കൻഡ് ലാംഗ്വേജ്. അതിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ മാർക്ക് കിട്ടാൻ എളുപ്പം എന്ന് പറഞ്ഞ ഒരു രീതിയുണ്ട് ഹിന്ദിക്ക്. അതാണ് നമ്മുടെ കുട്ടികൾ അങ്ങനെ ഒരു ഓപ്റ്റ് ചെയ്യുന്നതിന്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം. അതൊന്നും പക്ഷേ ഇത് കമ്മ്യൂണിക്കേഷൻ ഹിന്ദിയിൽ അവർ പിന്നാക്കമാണ് താനും. മനസ്സിലായില്ല. ഇപ്പൊ ഗൾഫിൽ പോയിട്ട് വരുന്ന ആൾക്കാര് നല്ലപോലെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. അവർ ഹിന്ദി ആൾക്കാരുമായിട്ട് ഇടപെട്ട് നല്ലപോലെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. ഇപ്പൊ ഞാൻ കാഞ്ഞിരപ്പള്ളിയാണ്, എനിക്കറിയാം ഇവിടുത്തെ ഒത്തിരി ഡ്രൈവർമാർക്കെല്ലാം അവിടെ ഗൾഫിൽ പോയവർക്ക് ഹിന്ദി ഹിന്ദി നല്ലപോലെ അറിയാം. പക്ഷെ നമ്മുടെ കുട്ടികൾ പോട്ടെ, നമ്മൾ പല ആൾക്കാർക്കും പഠിപ്പിക്കുന്നവർക്ക് പോലും ഹിന്ദി നല്ല രീതിയിൽ കമ്മ്യൂണിക്കേഷൻ അറിയില്ല. കമ്മ്യൂണിക്കേറ്റ് ഹിന്ദി അല്ല നമ്മൾ പഠിപ്പിക്കുന്നത് ഇവിടെ. കുറച്ച് ആ രീതിയിലുള്ള പ്രശ്നങ്ങളുണ്ട് ഇവിടെ. നമ്മൾ ഈ കുട്ടികൾക്ക് അവർ പ്രതികരണ ശേഷി ഇല്ലാത്തതുകൊണ്ട് നമ്മളെല്ലാം ഈ എന്താ പറയുന്ന ഈ അക്കാഡമിഷ്യന്മാരെല്ലാം കുറെ കാര്യങ്ങൾ കെട്ടിയേൽപ്പിക്കുകയാണ്. അപ്പൊ ഇത് ഞാൻ ചോദിക്കുന്നത്, നമുക്ക് ഇവിടെ ഈ ആ നയമല്ലല്ലോ ഉള്ളത്. അപ്പോ അത് അല്ല, നമ്മൾ ഈ കേരളം എന്ന് പറഞ്ഞാൽ എല്ലാം അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു സ്വഭാവക്കാരാണ്. എനിക്ക് തോന്നുന്നു നമ്മുടെ ഈ പണ്ട് മുതൽ ഒത്തിരി പേര് പോർച്ചുഗീസുകാർ, ഡച്ചുകാര്, ഫ്രഞ്ചുകാര് എല്ലാരും വന്നില്ല, രാജാക്കന്മാരെല്ലാം വന്ന് നമ്മള് എന്തിനേയും സ്വീകരിക്കുന്ന ഒരു രീതിയാണ്. നമുക്ക് കേരളീയർക്ക് നമുക്കറിയാം, ഭാഷ തന്നെ നമുക്കറിയാമല്ലോ. നമ്മുടെ തമിഴും ഇതും കൂടെ സങ്കര ഭാഷയാണല്ലോ മലയാളം എന്ന് പറഞ്ഞാൽ തന്നെ. സംസ്കൃതത്തിന്റെയും പിന്നെ തമിഴിന്റെയും കൂടെ സങ്കര ഭാഷയാണ്. ഭാഷ തന്നെ നമുക്ക് അറിയാമല്ലോ, സങ്കര ഭാഷയാണ് മലയാളം. രണ്ടിന്റെയും കൂടെ ഈ തമിഴ്നാട്ടുകാർ നമ്മുടെ ഭാഷയിൽ നിന്ന് എടുത്തുകൊണ്ട് പോയി ഇവര് സംസ്കൃതക്കാരും എടുത്തുകൊണ്ട് പോയ ഭാഷയ്ക്ക് നമുക്ക് വ്യക്തമായ നിലനിൽപ്പ് പോലും ഇല്ല. നമ്മുടെ പല ഭാഷകൾ ഇപ്പം പറയാം, നമ്മുടെ ഹൃദയം അല്ലെ, അത് ഇതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നല്ലേ. ഹസ്തം, ഹാൻഡ്, പിന്നെ നാസിക എന്ന് പറഞ്ഞാൽ തന്നെ മൂക്ക്, നോസാണ് നാസിക എന്ന് പറയുന്നത്. നമ്മൾ എല്ലാ ഭാഷകളിൽ നിന്ന് എല്ലാ ഭാഷകളും കടമെടുത്തിട്ടുണ്ട്, വാക്കുകൾ എല്ലാ ഭാഷകളും കടമെടുത്തിട്ടുണ്ട്. ഇത്രയും ഞാൻ പറയുന്നത് വളരെ നമ്മളൊരു ഫ്രീ മലയാളികൾ എന്ന് പറഞ്ഞാൽ എല്ലാത്തിനും അംഗീകരിക്കുന്ന ആൾക്കാരാണ്. അങ്ങനെ ഒരു വിശാല മനസ്സിന്റെ ആൾക്കാരാണ്. പക്ഷെ തമിഴ് അങ്ങനെയല്ല. അവരുടെ കുറച്ചുകൂടെ അത് അവരുടെ ഭാഷാപരമായ വ്യക്തിത്വത്തെ അങ്ങനെയാണല്ലോ പണ്ട് കുറെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിക്കൊണ്ടിരുന്നത്. തമിഴുമായിട്ട് ബന്ധപ്പെട്ട ഹിന്ദി വിരുദ്ധ ചില നീക്കങ്ങൾ അവിടെയൊക്കെ ഉണ്ടായിട്ടുണ്ടല്ലോ. വിജയുടെ ഈ നിലപാട് ശരിയാണ്, ഇത് മതി എന്നാണ് ഒരു അധ്യാപകനായ. അല്ല, അത് മതി എന്നാണ്. അതുപോലെ പിന്നെ വേറൊരു കാര്യം, നീറ്റിന്റെ കാര്യം പറയുന്നത് അതുകൂടെ ഇതുകൂടെ കൂട്ടി പറഞ്ഞായിരുന്നല്ലോ. നാഷണൽ എൻട്രൻസ് എലിജിബിലിറ്റി ടെസ്റ്റ് എന്ന് പറഞ്ഞ നീറ്റ്. ഈ നീറ്റ് പരീക്ഷയും പലപ്പോഴും ഇത് അക്കാദമിക്ക് മാത്രമായിട്ട്, ഇപ്പൊ ഞാൻ അഗ്രികൾച്ചർ ഓഫീസർമാർ നമുക്ക് ഇതൊക്കെ ആയിട്ട് എഴുതി വരുന്ന ആൾക്കാരായത്, അവരെ കുറ്റപ്പെടുത്തുകയല്ല, അക്കാഡമിക്ക് മാത്രമായിട്ട് അവർ പഠിക്കുന്നത്. പക്ഷെ അത് പ്രായോഗിക തലത്തിൽ അവർക്കൊന്നും ഇതിനെക്കുറിച്ച് യാതൊരു അറിവുമില്ല, മനസ്സിലായില്ല. അങ്ങനെ കുറെ വരുന്നുണ്ട്. ഇപ്പൊ നമ്മുടെ മമ്മിടിത്തുമ്പായി പൂവന്തുമ്പായി അറിയത്തില്ല, കപ്പയും പിന്നെ തെങ്ങും തമ്മിൽ ചെറിയത്തില്ല. അങ്ങനെ കുറെ ആൾക്കാർ ഇങ്ങനെ കുറച്ച് അക്കാഡമിക് ആയിട്ട് മാത്രം പഠിക്കുന്നുണ്ട്, എക്സലൻസി വരുന്നുണ്ട്, മാർക്ക് വരുന്നുണ്ട്, അവരത് ശോഭിക്കുന്നുണ്ട്. അത് തെറ്റാന്നല്ല പറയുന്നത്. പക്ഷെ അത് പ്രായോഗിക തലത്തിൽ വരുമ്പോൾ ഇവർക്ക് ഈ റിയൽ എക്സ്പീരിയൻസുമായിട്ട് സമരസപ്പെടാനുള്ള പ്രശ്നങ്ങൾ ഈ ഭാഗത്തിൽ പെടുന്ന കുറെ പേർക്ക് വരുന്നുണ്ട്. കാരണം ഇപ്പൊ നമുക്കറിയാം, പല ഈ സ്ഥാപനങ്ങളും എല്ലാം ഒരു എന്താ പറയുന്ന ഒരു ഉയർന്ന തലത്തിലാണ്. അവരുടെ കുട്ടികളെ മറ്റുള്ളവരുമായിട്ട് ഇടപെടുത്തുന്നില്ല. കാരണം എപ്പോഴും കുറേ മണിക്കൂറുകൾ, 18 മണിക്കൂറോ 20 മണിക്കൂറോ ഒരു പഠനം മാത്രമാണ്. അപ്പൊ റിയൽ എക്സ്പീരിയൻസ് അവർക്ക് കുറയുന്നുണ്ട്. അവരുടെ കുറ്റമല്ല, അത് ആരുടെയും കുറ്റമെന്ന് പറയുന്നില്ല. അപ്പം അതും കൂടെ ഇതുകൂടെ വേണം പിന്നെ എന്നുള്ളതാണ് എൻ്റെ ഒരു എളിയ അഭിപ്രായം. അതാണ് എൻ്റെ രീതി. ഓക്കെ, വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. അപ്പോൾ ഒരു അധ്യാപകൻ എന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ അഭിപ്രായം ശ്രീ ഇബ്രാഹിംകുട്ടിയുടെ അഭിപ്രായം വളരെ പ്രധാനപ്പെട്ടതാണ്. അധ്യാപകർ എങ്ങനെയാണ് വിഷയത്തെ കാണുന്നത്? ശ്രീമതി പാർവതി എന്നോടൊപ്പം ചേരുന്നത് എറണാകുളത്ത് നിന്നാണ്. ശ്രീമതി പാർവതി, കേൾക്കാമോ? എനിക്ക് തോന്നുന്നു ടെലിഫോൺ ലൈനിൽ എന്തോ സംഭവിച്ചു. ഓക്കെ, അപ്പോൾ എന്നോടൊപ്പം ചേരുന്നത് ശ്രീ ബാലകൃഷ്ണൻ വടകരയാണ്. ശ്രീ ബാലകൃഷ്ണൻ വടകര. സാർ നമസ്കാരം. നമസ്കാരം. വിജയ് സാറ് നീറ്റ് പരീക്ഷയെ പറ്റി പറഞ്ഞത് ഒരു പരിധിവരെ ശരി തന്നെയാണ്. പാവങ്ങൾക്ക് അവസരം കിട്ടൂല എന്ന് പറഞ്ഞത്. പിന്നെ അദ്ദേഹത്തിന്റെ ഹിന്ദി നിലപാട് നമ്മൾ പല സ്റ്റേറ്റിലും കാണുന്നതാണല്ലോ. അതൊക്കെ അതിനുള്ള പക്വത, അതിനുള്ള വളർച്ച അദ്ദേഹത്തിന്റെ രാഷ്ട്രീയത്തിൽ ഉണ്ടാവട്ടെ. അദ്ദേഹം സിനിമയിലെ ഗിമ്മിക്ക് പോലെയൊന്നും രാജ്യത്തൊന്നും നടപ്പാക്കാൻ പറ്റൂല. രാഷ്ട്രീയം കളത്തിലിറങ്ങി കളിച്ചവർക്ക് മാത്രമേ അത് മുന്നോട്ട് കൊണ്ടുപോകാൻ. ഇദ്ദേഹത്തിന് എന്താണ് ഇപ്പൊ ഈ ദിവസങ്ങളിൽ ഒരു കുറവ് വന്നിട്ടുള്ളത്? അല്ല, കുറവ് എന്ന് പറഞ്ഞാൽ നമുക്ക് ആകെ ചുവട് എടുത്തിട്ടില്ലല്ലോ സാർ. എടുത്തൊന്ന് നടക്കട്ടെ. വന്ന ദിവസങ്ങളിലൊക്കെ അദ്ദേഹം നിങ്ങൾക്ക് അഗ്രീബിൾ ആണോ? അദ്ദേഹം വിജയിച്ചില്ലേ ഒരു തെരഞ്ഞെടുപ്പിൽ വന്ന്? തമിഴ്നാട്ടിൽ അദ്ദേഹം ആദ്യത്തെ തെരഞ്ഞെടുപ്പിൽ തന്നെ ശക്തനായി വന്നു.
ആളുകൾ അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്നു, ഇപ്പോൾ കൂടുതൽ അംഗീകരിക്കുന്നു. അപ്പോൾ നമ്മൾ ഇനി അദ്ദേഹത്തെ വരട്ടെ കാണാം എന്നൊക്കെ പറയുന്നുണ്ട്. ഇപ്പം തന്നെ അദ്ദേഹത്തിന് ഒരു മെറിറ്റ് ആയിട്ടുണ്ട്, നമ്മളില്ലെന്നൊന്നും അത് പറയാൻ പറ്റില്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. നമ്മുടെ അങ്ങനെയൊക്കെ എതിർക്കാം. സാർ ഒരു സെക്കൻഡ്, നമ്മുടെ തലസ്ഥാനത്ത് ഇതിലും വലിയ ഒരാള് IAS പെട്ടെന്ന് ഉണ്ടാക്കിയിട്ട് അതെവിടെയാണ് ആ പാർട്ടിയുടെ ഗതി എന്താണ് ഇപ്പൊ? ഈ സിനിമയില് മഹാത്ഭുതങ്ങൾ കാണിക്കും പോലെ ഒന്നും രാഷ്ട്രീയത്തെ കാണിക്കാൻ പറ്റൂല. രാഷ്ട്രീയം ഒരു ഗിമ്മിക്കാണ്. കളവ് പറയേണ്ടടുത്ത് സത്യം പറയേണ്ടി വരും, സത്യം പറയേണ്ടടുത്ത് കളവ് പറയും. ഇവര് വിരമിക്കുന്ന പരമാവധി സത്യമൊന്നല്ല. എങ്ങനെ പൊളിഞ്ഞു പോകുമെന്നാണോ പറയുന്നത്? റൈറ്റ്, അതിനെന്ത് സംശയം സാർ, അത് നമുക്ക് അതിരുന്ന് കാണാം. ശരി ശരി. പിന്നെ ദേശീയ തലത്തിലൊന്നും വിമർശിക്കാൻ അദ്ദേഹത്തിന് വളർച്ച എത്തിയിട്ടില്ല. അത് വളർച്ച എത്തുമ്പോൾ അദ്ദേഹം പക്വമായിട്ട് പ്രതികരിച്ചോട്ടെ. അതിനൊരു പ്രത്യേക വളർച്ച എത്തണം. നമുക്കൊരു ദേശീയ തലത്തിൽ ഒരു വിമർശനം ഉന്നയിക്കാൻ ഇത്ര വളരണം എന്നൊരു മാനദണ്ഡമുണ്ടോ? അല്ലല്ല, അങ്ങ് ഈ പറയുന്നത് എനിക്ക് എന്താ മനസ്സിലായി, അദ്ദേഹത്തിന് അഭിപ്രായം പറഞ്ഞൂടെ? അല്ല, പറയാനത് സിനിമയിലെ ഗമ്മിക്കാണ്. സിനിമയിലെ അദ്ദേഹം സിനിമാ നടന്മാരായി എത്രയോ ആളുകൾ ഇവിടെ ഇതിലായിട്ടില്ലേ? ഇപ്പൊ BJP തന്നെ എത്രയോ സിനിമാ നടന്മാരുണ്ടായില്ലേ? ഹേമമാലിനി എത്രയോ കാലം BJP MP ആയിരുന്നില്ല, എന്നിട്ട് എന്താ കുഴപ്പം? രാഷ്ട്രത്തെ സംബന്ധിച്ചുള്ള കാര്യത്തിൽ അദ്ദേഹത്തിന് എത്ര സംബന്ധമുണ്ട്? രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ രാഷ്ട്രത്തെ അത് ഇന്ന് അങ്ങ് വിജയുടെ പ്രസംഗം കേൾക്കാത്തതുകൊണ്ടാണ്. അദ്ദേഹം അതിനെപ്പറ്റി വളരെ വിശദമായി താൻ എവിടെ തൊട്ട് തുടങ്ങി, എങ്ങനെയാണ് തൻ്റെ ഓരോ പ്രവർത്തനങ്ങൾ എന്നതിനെ സംബന്ധിച്ചൊക്കെ വളരെ വിശദമായി അദ്ദേഹം ഇന്ന് നിയമസഭയിൽ പറഞ്ഞു. അദ്ദേഹം തുടങ്ങിയ സമരങ്ങൾ, അദ്ദേഹം ചെയ്ത കാര്യങ്ങൾ, അദ്ദേഹം ഉന്നയിച്ച രാഷ്ട്രീയ വിഷയങ്ങൾ, സിനിമയിൽ നിന്ന് വന്നവൻ എന്ന പരിഹാസത്തിനുള്ള കൃത്യമായ മറുപടി, അത് ഞാൻ ഇവിടെ റിയൽ എന്ന് പറഞ്ഞു. അദ്ദേഹം കൊണ്ടുവന്ന മുട്ടൈപ്പാൽ റൊട്ടി തിട്ടം മുതൽ ഒട്ടനവധി കാര്യങ്ങൾ, അദ്ദേഹം അവിടുത്തെ മത്സ്യത്തൊഴിലാളികൾക്ക് വേണ്ടി ചെയ്ത കാര്യങ്ങൾ, അതെല്ലാം ഇന്ന് അദ്ദേഹം അവിടെ ഇരുന്ന് പറയുകയാണ്. അങ്ങ് ഇതൊന്നും കേട്ടില്ലേ? ഇന്ന് അദ്ദേഹം ആദ്യമായി പൊട്ടിമുളച്ചതല്ല എന്നാണ് അദ്ദേഹത്തിന്റെ മറുപടി. അപ്പൊ നമുക്ക് അങ്ങനെ കണ്ട് പരിഹസിക്കാൻ പറ്റുന്ന ഒരാളാണെന്നുള്ള ആ നിലപാട് ഇനിയൊക്കെ തിരുത്താറായി എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അല്ല, തിരുത്താനൊന്നാവില്ല. സിനിമാക്കാരൻ അങ്ങനെ പലതും തോന്നും. സിനിമാക്കാരൊക്കെ ഇതിനേക്കാൾ എത്രയോ ആളുകളുടെ ഹൃദയം കീഴടക്കിയിട്ടുള്ള എത്രയോ സിനിമാക്കാർ രാഷ്ട്രീയത്തിലുണ്ട്, പ്രത്യേകിച്ച് തെന്നിന്ത്യയിൽ. അപ്പോൾ നമ്മൾ അത് ഇല്ലാതൊന്നും പറയാൻ പറ്റില്ല. അവിടെ തമിഴ്നാട്ടിൽ പ്രത്യേകിച്ച് MGR അതുപോലുള്ള ആളുകൾ, എത്രയെത്ര സിനിമാ നടന്മാർ അവിടെ ആളുകളുടെ ജനഹൃദയങ്ങളിലുണ്ട്. നമുക്ക് അതൊന്നുമില്ലെന്ന് പറയാൻ പറ്റില്ല. സിനിമയിലെ കളി പോസിബിൾ അല്ലാഞ്ഞിട്ടാണോ MGR ഇത്രയും കാലം അവിടെ മുഖ്യമന്ത്രിയായിരുന്നത്? ജയലളിത ഇത്രയും കാലം അവിടെ മുഖ്യമന്ത്രിയായിരുന്നു. NTR എത്ര കാലം ആന്ധ്രയിൽ മുഖ്യമന്ത്രിയായിരുന്നു? സിനിമയിൽ വന്ന ആൾക്ക് ഇത് പറ്റില്ലെങ്കിൽ അവരൊക്കെ പൊളിഞ്ഞു പോകണ്ടേ? അപ്പൊ അങ്ങനെയൊന്നും അങ്ങേക്ക് അതൊക്കെ നമുക്ക് അത് പറയാനുള്ള സമയമായിട്ടില്ല. അത് പൊളിയുമ്പോൾ അങ്ങ് പറയാം സിനിമ വിജയിച്ചില്ലെന്ന് പറയാം. അല്ലാതെ ഇപ്പൊ തന്നെ സിനിമ അങ്ങ് പൊളിഞ്ഞു പോകും എന്നൊന്നും പറയാൻ പറ്റില്ല. വിജയ്ക്ക് എന്ന വ്യക്തിക്ക് വേറെ ചില കഴിവുകൾ ഉണ്ടാവില്ല. അദ്ദേഹം സിനിമാ നടനായിരിക്കാം, അത് അദ്ദേഹത്തിന്റെ ഒരു അഭിനയ പാഠവും അവിടെ ഉണ്ടായിരിക്കാം. വേറെ എത്രയോ മേഖലയിൽ നിന്ന് ആളുകൾ വന്ന് രാഷ്ട്രീയത്തിൽ വരുന്നില്ലേ? ജനിച്ചുടനെ രാഷ്ട്രീയക്കാരല്ലാത്ത ആളുകൾ. ഇപ്പം ഞാൻ തന്നെ അങ്ങയുടെ ഇതിൽ പറയാം, ഇപ്പം നമ്മുടെ റെയിൽ മന്ത്രി, അദ്ദേഹം വലിയ രാഷ്ട്രീയക്കാരനാണോ? പക്ഷേ അദ്ദേഹം എത്ര മികവാർന്ന രീതിയിൽ റെയിൽവേ മാറ്റുന്നുണ്ട്. എന്തെങ്കിലും രാഷ്ട്രീയ വലിയ പാരമ്പര്യം ഉണ്ടായിട്ടാണോ? അപ്പൊ അദ്ദേഹം വേറൊരു മേഖലയിൽ നിന്നാണ് വന്നത്. അതുപോലെ ഒരു മേഖലയാണ് സിനിമ. റെയിൽ മന്ത്രി വന്നത് വേറൊരു മേഖലയിൽ നിന്നാണ്. ഇപ്പോൾ രാജ്യവർദ്ധൻ സിംഗ് റത്തോഡ് വന്നത് വേറൊരു മേഖലയിൽ നിന്നാണ്. അദ്ദേഹം ഒരു ഒളിമ്പിക് താരമായിരുന്നു. എന്നിട്ടെന്താ, അദ്ദേഹം കായിക രംഗത്തെ കാര്യമായ മാറ്റങ്ങൾ കൊണ്ടുവന്നില്ലേ? അപ്പൊ അത് വേറൊരു മേഖലയിൽ നിന്ന് വരുന്ന ആൾക്ക് ഇത് പറ്റില്ല എന്ന ഇത് അടച്ചു വയ്ക്കുന്ന ആ നയമേ തെറ്റാണ്. വിവിധ മേഖലയിൽ നിന്നുള്ള ആളുകൾ രാഷ്ട്രീയ രംഗത്തേക്ക് വരട്ടെ, അവരവരുടെ അഭിപ്രായങ്ങൾ ജനങ്ങളുമായി പങ്കുവെക്കട്ടെ, അതല്ല കാര്യം. കാണാം. അങ്ങ് ഇപ്പോഴെ തന്നെ അത് പൊളിയോ എന്നുള്ള ഒരു ധാരണ വരുന്നത് എന്തിനാ? അങ്ങനെ വന്നു സൂചനയായിട്ടില്ലല്ലോ. പൊളിയുമ്പോ പൊളിഞ്ഞെന്ന് പറഞ്ഞാൽ പോരെ. എത്രയോ പേർ വിജയിച്ചിട്ടുണ്ട്. എനിക്ക് അങ്ങയ്ക്ക് മുമ്പ് സംസാരിച്ച അരവിന്ദ് കെജ്രിവാളിന് കൊണ്ടുപോകാൻ പറ്റാത്തത് വിജയ്ക്ക് കൊണ്ടുപോകാൻ പറ്റത്തില്ല. ഇമ്പോസിബിൾ. അരവിന്ദ് കെജ്രിവാൾ സിനിമാ നടനല്ലോ. അരവിന്ദ് കെജ്രിവാൾ വിവരമുള്ള ആളായിരുന്നു. പക്ഷേ അദ്ദേഹത്തിന് ചില അഴിമതി കേസുകളും വെച്ച് അദ്ദേഹം മാറിപ്പോയില്ല. അവസാനം അരവിന്ദ് കെജ്രിവാൾ കുറ്റവിമുക്തരെ വന്ന കാര്യം അങ്ങ് അറിഞ്ഞോ? രാഷ്ട്രീയം അല്ല, അങ്ങ് അതറിഞ്ഞോ? അല്ല, അങ്ങ് അതറിഞ്ഞോ? അരവിന്ദ് കെജ്രിവാൾ കുറ്റവിമുക്തനെ വന്ന കാര്യം അങ്ങ് അറിഞ്ഞോ? അത് അങ്ങ് അറിയാത്ത എന്താ? അരവിന്ദ് കെജ്രിവാൾ കുറ്റവിമുക്തനെ വന്ന കാര്യം അങ്ങ് അറിഞ്ഞോ? പക്ഷെ അദ്ദേഹത്തിന്റെ പ്രസ്ഥാനം എവിടെയെന്ന് പറഞ്ഞാൽ ചില ഘട്ടങ്ങളിൽ രാഷ്ട്രീയപരമായി അദ്ദേഹത്തിന് ഇങ്ങനെ അദ്ദേഹം പറയുന്നതാണല്ലോ, അദ്ദേഹത്തെ കള്ളക്കേസിൽ കുടുക്കി, അദ്ദേഹത്തിന് പ്രതിച്ഛ അങ്ങനെ തകർത്തു എന്നാണല്ലോ പറയുന്നത്. അദ്ദേഹം ഇനി തിരിച്ചു വരും. ഇപ്പോഴും പഞ്ചാബിൽ അവർക്കൊരു എല്ലാവരെയും വേട്ടയാടിക്കൊണ്ടിരിക്കുക. ഹലോ. അല്ല, അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പ്രസ്ഥാനം തോറ്റുപോയതിന് കൊണ്ട് എന്താണ് അതിനൊരു ന്യായീകരണം ഉണ്ടല്ലോ. അദ്ദേഹത്തിന് എല്ലാ പാർട്ടികളും തോൽക്കുകയും ജയിക്കുകയൊക്കെ തെരഞ്ഞെടുപ്പിൽ ചെയ്യുന്നുണ്ട്. പക്ഷെ ആ പാർട്ടി അവിടെ ഉണ്ടല്ലോ.
എല്ലാം രാഷ്ട്രീയ പാർട്ടികളാണ് സാർ. കളത്തിലിറങ്ങി കളിച്ചു വന്നതാ. ഇവരൊക്കെ ഒരു സുപ്രഭാതത്തിൽ പൊട്ടിവിടരുന്നതാ. ഇത് അങ്ങ് ഈ പറയുന്ന കാര്യത്തിൽ തന്നെ അങ്ങ് ഒരു കാര്യം പറഞ്ഞു, പിന്നെ അത് തന്നെ ഇങ്ങനെ ടേപ്പ് റെക്കോർഡർ പോലെ ആവർത്തിച്ചുകൊണ്ടിരുന്നു. എത്രയോ രാഷ്ട്രീയ പാർട്ടികൾ ഇവിടെ ഇല്ലാതായിട്ടില്ലേ? ജനസംഘം ഇല്ലാതായിട്ടില്ലേ? ഇല്ലേ? രാഷ്ട്രീയ പാർട്ടിയായിട്ട് വന്നവരൊന്നും ഇല്ലാതായിട്ടില്ല. അങ്ങനെ ജനസംഘം എവിടെ? ജനസംഘത്തിന് എന്ത് സംഭവിച്ചു? അതൊരു മറ്റൊരു പാർട്ടിയിൽ ലയിച്ചതല്ലേ? അതേപോലെ തന്നെ ഇത് പല ആളുകൾ വേറെ പാർട്ടിയിലേക്കൊക്കെ പോകും. അപ്പൊ ആ പാർട്ടി അവസാനിച്ചില്ലേ? അപ്പൊ അതേപോലെ തന്നെ ഈ ഉരുട്ടപ്പരട്ട് ന്യായം ഒന്നും ഇതിൽ പറഞ്ഞിട്ട് കാര്യമില്ല. ഇത് പുതിയ പുതിയ ആളുകൾ പുതിയ പുതിയ പാർട്ടി വരുമ്പോ അവരെയൊക്കെ ഒന്ന് സൗഹൃദയോടെ അംഗീകരിക്കും. ഇതിൽ വലിയ വിഷമിക്കാനൊന്നുമില്ല. രാഷ്ട്രീയത്തിൽ ഒന്നും രണ്ടല്ലാന്ന് എന്നേക്കാൾ കൂടുതൽ അതൊക്കെ ഒന്നും രണ്ടെന്ന് അത് ഇങ്ങനത്തെ ചില മുട്ടുന്യായങ്ങൾ പറയണ്ടേ. ഇപ്പോഴും അദ്ദേഹം ഈ രാഷ്ട്രീയത്തിൽ ഈ നിമിഷം അദ്ദേഹം വിജയിച്ചു നിൽക്കുകയാണോ? നമുക്ക് കാത്തിരുന്ന് കാണാമെന്നുള്ളത് അടുത്ത തെരഞ്ഞെടുപ്പിൽ അങ്ങ് പ്രതിദാനം ചെയ്യുന്ന രാഷ്ട്രീയ പാർട്ടി വിജയിക്കും എന്ന് അങ്ങേക്ക് ഇപ്പൊ ഉറപ്പിച്ച് പറയാൻ പറ്റുമോ? അതൊന്നും പറയാൻ പറ്റില്ല. അങ്ങ് പറഞ്ഞ പലതും ഇവിടെ തെറ്റിയിട്ടുണ്ട്, പലതും ശരിയായിട്ടുണ്ട്. ഈ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അങ്ങ് ഇവിടത്തെ ഇതിനെ കുറിച്ച് പറഞ്ഞത് എന്തായിരുന്നു? എന്നിട്ട് എന്താ ഫലം വന്നപ്പോ എന്താ ഉണ്ടായത്? അപ്പൊ അങ്ങ് പറയുന്നത് എല്ലാം ശരിയായിട്ടുണ്ടോ? അപ്പൊ അത്രയേ ഉള്ളൂ. അപ്പൊ അങ്ങനെ ഇതെല്ലാം മറ്റതെല്ലാം ഒന്നിനും കൊള്ളാത്തവർ ഞങ്ങൾ മാത്രം കുറച്ച് ആ നിലപാടേ ശരിയല്ല. അങ്ങയോട് ഇത് പറയണമെന്ന് എനിക്ക് ആഗ്രഹം. രാഷ്ട്രീയം എന്തോ അങ്ങയ്ക്ക് മാത്രം അറിയുന്ന, അല്ലെങ്കിൽ രാഷ്ട്രീയത്തിൽ മാത്രം നിന്ന് അതൊരു തെറ്റ്. ആ മണ്ടൻ നയം ഇവിടെ മാറ്റണം. പല മേഖലകളിൽ നിന്ന് വരുന്നവരാണ്. ഇപ്പൊ ഈ ശ്രീധരനെ പോലുള്ള ആളുകൾ വന്ന് തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയെ മത്സരിച്ചില്ലേ? രാഷ്ട്രീയ പാരമ്പര്യം ഉണ്ടായിട്ടാണോ? ഏറ്റവും കൂടുതൽ പാലക്കാട് അദ്ദേഹത്തിന് വോട്ട് കിട്ടിയില്ലേ? രാഷ്ട്രീയ പാരമ്പര്യം ഉണ്ടായിട്ടാണോ? എന്തെങ്കിലുമൊക്കെ ഇങ്ങനത്തെ ഇത് എന്ത് നയമാണ്? രാഷ്ട്രീയക്കാരനെ ജനിച്ചാൽ മാത്രമേ രാഷ്ട്രീയത്തിൽ വന്നു, അങ്ങനെയൊന്നും ഒരു നിലപാടില്ല. ആളുകൾക്ക് വരാം, ആളുകൾ അവരെ പിന്തുണയ്ക്കും, ചിലപ്പോൾ അവർ നിൽക്കും, ചിലപ്പോൾ തോറ്റുപോകും. സംസ്ഥാനത്തെ കാര്യങ്ങൾ പറഞ്ഞു തീർക്കട്ടെ, എന്നിട്ടാകാം നമുക്ക് ദേശീയ നിലപാട്. ശരി, ഓക്കെ. ഹീറോയിസം അല്ലത്, അതിവിടെ നടക്കൂല. ഇതിവിടെ നടന്നല്ലോ, അദ്ദേഹമല്ലേ ഇപ്പൊ മുഖ്യമന്ത്രി. നിങ്ങൾക്ക് അതൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ലല്ലോ. സാറിനോട് എത്ര സമയം വെയിറ്റ്? ശരി, എത്ര സമയമായി പറയുന്നേ? ഇതിലപ്പുറം സാറിന് എന്താ വേണ്ടത്? നമുക്ക് കാത്തിരുന്ന് കാണാം സാർ. ബാക്കിയുണ്ട് ജീവനോടുണ്ടെങ്കിൽ. അതെ, ശരി, നോക്കാം. ഓക്കെ. രതീഷ് എന്നോടൊപ്പം ചേരുന്നു മല്ലപ്പള്ളിയിൽ നിന്ന്. ശ്രീ രതീഷിന്റെ ടെലിഫോണിൽ എന്തോ തകരാറ് സംഭവിച്ചിരിക്കുന്നു. എന്നോടൊപ്പം പ്രസന്നൻ ചേരുന്നു മാളയിൽ നിന്ന്. ശ്രീ പ്രസന്നൻ, നമസ്കാരം സാർ. ഈ വിഷയത്തില് അതായത് നമ്മൾ വിജയിയുടെ കാര്യമല്ല, വിജയ് പറഞ്ഞ കാര്യത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ അത് നമുക്ക് ഗുണകരമല്ല. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോ കേരളത്തിലുള്ള ഒരു മണ്ടന്മാരായിട്ടല്ലോ ഈ ത്രിഭാഷാ സംവിധാനം നമ്മൾ സ്വീകരിച്ചത്. മണ്ടന്മാരായിട്ടല്ല, അതുകൊണ്ട് ഗുണമുണ്ട്. അത് കാരണം ഇപ്പൊ ഇത്രയൊക്കെ ആയിട്ട് പോലും നമ്മുടെ ആളുകൾ വടക്കേ ഇന്ത്യയിലൊക്കെ പോയിട്ട് പൊട്ടക്കടിച്ചമാരി എന്ന് പറയില്ലേ, സാധാരണ ഒന്നും സംസാരിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥ വരുന്നുണ്ട്. ഉള്ളിൽ പോകുന്നതുകൊണ്ട് മിണ്ടാൻ പറ്റില്ല എന്ന് പറഞ്ഞ മാതിരി ഇത്രയും പഠിപ്പിച്ചിട്ടും. അപ്പൊ പഠിപ്പിക്കാത്തവരുടെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കിയേ. അതായത് നമ്മൾ അങ്ങോട്ട് പോയി ഒരു ട്രെയിനിൽ കയറി, അല്ലെങ്കിൽ ഒരു അന്യ സംസ്ഥാനത്ത് ചെന്നു ഒരു ഭാഷ സംസാരിക്കാൻ അറിഞ്ഞൂടാന്ന് പറഞ്ഞാൽ നമ്മൾ അവിടെ ശരിക്കും ഒരു മണ്ടനോ പൊട്ടനോ ആയിത്തീരുന്ന ഒരു അവസ്ഥയാണ് ഉള്ളത്. വിജയിയുടെ ക്വാളിറ്റിയെ കുറിച്ചല്ല നമ്മൾ പറയുന്നത്. അതായത് ഇപ്പൊ നമ്മുടെ വിദ്യാഭ്യാസം വളർന്ന് ഇപ്പൊ എവിടെ പന്തലിച്ച് നിൽക്കുന്നു സാറിന് തന്നെ കൃത്യമായിട്ട് അറിയാൻ പറ്റും. അതായത് ഇപ്പൊ ഈ ത്രിഭാഷാ സംവിധാനം നല്ലതാണ്. ഇപ്പൊ വിദേശത്തൊക്കെ പോകുന്നവർ ഇപ്പൊ ഇംഗ്ലീഷ് അറിയില്ലെങ്കിൽ തന്നെ ഹിന്ദി പറഞ്ഞാൽ തട്ടിമുട്ടിയത് ഗൾഫിലൊക്കെ ആൾക്കാർ ജീവിച്ചു പോകും. ഇത് ഹിന്ദി കൂടി അറിയില്ലെന്നുണ്ടെങ്കിൽ ഒരു നല്ല ജോലിയും കിട്ടില്ല. ഒരു സൂപ്പർ മാർക്കറ്റിൽ പോലും ഒരു ജോലി കിട്ടണമെങ്കിൽ ഹിന്ദി അറിയണം. അപ്പൊ ഈ ഹിന്ദി അറിയുന്നത് തന്നെയാണ് നല്ലത്. അത് ത്രിഭാഷാ സംവിധാനം വളരെ മെച്ചപ്പെട്ടതാണ്, നല്ലതാണെന്ന് നമ്മളുടെ പുറത്തുപോയി ജീവിക്കുന്ന ആളുകൾ, ജോലി ചെയ്യുന്ന ആളുകൾ, ഇപ്പൊ നമ്മൾ ഡൽഹിയിൽ പോയ ഒരു കാര്യത്തിന് നമുക്ക് ഹിന്ദി അറിയില്ലെന്നുണ്ടെങ്കിൽ നമ്മളെങ്ങനെ അവർ കൈകാര്യം ചെയ്യും? ഒരു ഓട്ടോറിക്ഷ കയറി നമ്മൾ എന്ത് പറയും അവരോട്? ഓട്ടോറിക്ഷക്കാരൻ ഇംഗ്ലീഷുകാരനാണോ, സായിപ്പാണോ? അല്ല. അപ്പൊ ഹിന്ദി അറിഞ്ഞാൽ മാത്രമേ നമ്മുടെ ഭാരതത്തില് അതായത് ഒരു മനുഷ്യനായിട്ട് ശരിക്കും അന്യ സംസ്ഥാനത്തിൽ പോയി ജീവിക്കുന്നവർക്ക് ജീവിക്കാൻ പറ്റും. അല്ലാത്തവർ ജീവിക്കാൻ പറ്റില്ല എന്ന് ചോദിച്ചാൽ ജീവിക്കാൻ പറ്റും. അപ്പൊ എന്നൊക്കെ പറഞ്ഞിങ്ങോട്ട് പോരാന്ന് മാത്രം. ശരി, ഓക്കെ. വ്യക്തമാണ്, താങ്കളുടെ അഭിപ്രായം കൃത്യവുമാണ്. അപ്പോൾ നമസ്കാരം മനു, സുഖമാണോ എന്ന് എന്നോട് ഷിജു ചോദിക്കുന്നു. ആസ് ഫാർ എസ് തമിഴ്നാട് ഈസ് കൺസിഡേർഡ് ദിസ് ഈസ് റൈറ്റ് അപ്രീഷിയേറ്റ് വിജയ് ഫോർ ഹിസ് തമിഴ് ഇംഗ്ലീഷ് പാഷൻ എന്ന് പറയുന്നു. ഗോമാതാജി എന്നോട് നമസ്കാരം എന്ന് പറയുന്നു. എനിക്ക് ചുവന്ന ഹൃദയവും ഒരു പൂവായി ചേരുന്നു. മനു ഇന്ന് എക്സിക്യൂട്ടീവ് ലുക്കിലാണ് എന്ന് ശശിധരൻ പിള്ള പരിഹസിക്കുകയാണോ എന്നറിയില്ല, ഏതായാലും പുകഴ്ത്തുകയാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കമൻറ്റുകളൊക്കെ വായിക്കണമെന്ന് പറയുന്നുണ്ട്. ഓക്കെ. സുനിൽകുമാർ എനിക്ക് നമസ്കാരം എന്ന് പറയുന്നു. കുറേ ചുവന്ന ഹൃദയങ്ങൾ അയച്ചിട്ടുണ്ട്. പങ്കജാക്ഷൻ നായർ പതിവ് പോലെ എനിക്ക് ഈ ചുവന്ന ഹൃദയങ്ങളും ചുവന്ന പൂക്കളും ഒക്കെ അയക്കുന്നുണ്ട്. അപ്പോൾ മോദിയുടെ ഭാഷ ഗുജറാത്തിയാണ്, പഞ്ചാബ് ഭാഷയാണ്. എല്ലാ സംസ്ഥാനങ്ങളും ഒരുമിച്ച് വന്നാൽ ഹിന്ദി അല്ലാതെ വേറെ ഏത് ഭാഷ ആണ് കോമൺ ലാംഗ്വേജ്? ഇംഗ്ലീഷ്
ഒരു ഫോറിൻ ലാംഗ്വേജ് അല്ലേ എന്ന് എന്നോട് ഗോമാതാജി ചോദിക്കുന്നു. ഓക്കെ, അതൊരു കറക്റ്റായ നിലപാടാണ്. ഓക്കെ, അപ്പോൾ ശ്രീ മുരളി എന്നോട് പറയുന്നു ഹായ് എന്ന് പറയുന്നു. മുരളി എന്നോടൊപ്പം ചേർന്നിട്ടുണ്ട്. ശ്രീ മുരളീധരൻ നായർ MN നമ്മുടെ സ്ഥിരം പ്രേക്ഷകനാണ്, അദ്ദേഹവും നമുക്കൊപ്പം ചേർന്നിട്ടുണ്ട്. എനിക്ക് നമസ്കാരമൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ശ്രീ മുരളീധരൻ ജലദോഷം ബാധിച്ചിരിക്കുകയാണ്, അതുകൊണ്ട് അത് മാറിയിട്ടില്ല എന്നൊക്കെ ശ്രീ മുരളീധരൻ നായർ എന്നോട് പറയുകയാണ്. MN മുരളീധരൻ, അദ്ദേഹത്തിന് ചെറിയ ഉറക്കമൊക്കെ വരുന്നുണ്ടെന്ന്. ഓക്കെ, കുഴപ്പമില്ല. അപ്പോൾ ഈ കാലാവസ്ഥയുടെ പ്രശ്നമാണ്, അത് മാറുമെന്ന് നമുക്ക് വിചാരിക്കാം. അമൃത എന്നോട് പറയുന്നു വായിക്കില്ലെന്നറിയാം, ആരോഗ്യ മേഖലയിൽ ഇപ്പോൾ നടക്കുന്ന പ്രശ്നങ്ങൾ ഒന്ന് ചർച്ചയാക്കുമല്ലോ. ജമ്പ് ചെയ്തു പോയി. അപ്പോൾ ഒന്ന് ചർച്ചയാക്കുമല്ലോ. വീണ ജോർജിന് പിന്നാലെ ഉണ്ടായിരുന്ന മാധ്യമങ്ങൾ എന്തുകൊണ്ട് മുരളീധരന് പിന്നാലെ പോകുന്നില്ല എന്ന് എന്നോട് അമൃത ചോദിക്കുന്നു. മാധ്യമങ്ങൾ എല്ലാവർക്കും പുറകെ പോകുന്നുണ്ട് കേട്ടോ. ഇന്ന് ഞാൻ TV വെച്ച് രാവിലെ എടുത്ത് നോക്കിയപ്പോൾ എല്ലാ ചാനലുകളിലും ആരോഗ്യരംഗത്തുള്ള വാർത്തകളായിരുന്നു. സീത എന്നോടൊപ്പം ചേരുന്ന ആലപ്പുഴയിൽ നിന്നാണ്. ശ്രീമതി സീത അധ്യാപികയോ മറ്റോ ആണോ? എനിക്ക് പറയാനുള്ളതേ, പിന്നെ തമിഴ്നാട്ടിൽ വിജയിച്ച് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ നല്ലത് തന്നെയാണ്. പക്ഷേ ഹിന്ദി വേണ്ടെന്ന് പറഞ്ഞാൽ ഈ കേരളത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഹിന്ദി പിന്നെ വേണ്ടാന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ കുട്ടികൾ എന്ത് ചെയ്യും? ബാംഗ്ലൂരും ഡൽഹിയിലും എവിടെയെല്ലാം പഠിക്കുന്ന കുട്ടികൾ ഈ തമിഴ്നാട്ടുകാർക്ക് ചിലപ്പോൾ അങ്ങനെയുള്ള ആവശ്യമൊന്നും ഇല്ലായിരിക്കും. അവിടെ മാത്രം ഒതുങ്ങി പോകാനായിരിക്കും അവർ ആഗ്രഹിക്കുന്ന മുഖ്യമന്ത്രി അവിടുത്തെ. അല്ലെ ആർമിയിലോട്ടൊക്കെ പോകുന്ന പിള്ളേർ എന്ത് ചെയ്യും ഹിന്ദി പഠിക്കാതെ? ഇപ്പൊ ഒരു +2 പഠിപ്പിക്കുന്ന സാറ് പറയുന്ന കേട്ട് ഹിന്ദിയുടെ ആവശ്യമില്ലെന്ന് അങ്ങനൊക്കെ പറയാൻ പാടുണ്ടോ? ഇനി നമ്മുടെ കുട്ടികൾ എന്ത് ചെയ്യും? ഹിന്ദി അറിയാൻ മേല ഒത്തിരി, ഞങ്ങൾ വടക്കേ ഇന്ത്യയിൽ താമസിക്കുമ്പോൾ ഹിന്ദി അറിയാൻ മേല കുറെ നാൾ വിഷമിച്ചിട്ടുള്ള ആളുകളാ. മാർക്കറ്റിലൊക്കെ പോകാനും നമ്മൾ ഒരു ആശുപത്രിയിൽ പോകാനും ഒക്കെ ഈ വെളിനാട്ടിലൊക്കെ ജോലി ചെയ്യുന്ന കുട്ടികൾക്കും വലിയവർക്കും എല്ലാം ഹിന്ദി. അല്ല, പക്ഷേ ഏതൊരു ഭാഷ പഠിക്കുന്നത് നല്ലതാണ്. നമുക്ക് പല കുട്ടികളും ഇവിടെ അറബി പഠിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഹിന്ദിയില്ല ഒരു രക്ഷയില്ല നമ്മൾ ഇന്ത്യയിൽ താമസിക്കുമ്പോൾ. പക്ഷേ ഇത് ആവശ്യമുള്ളവർ ആ ഘട്ടത്തിൽ പഠിച്ചോളും എന്നൊരു നിലപാടാണ് അവർക്കുള്ളത്. അതാണ് ഞാൻ വിചാരിക്കുന്നത്. എന്നാലും ഒരു മുഖ്യമന്ത്രിയൊക്കെ അങ്ങനെ പറയാൻ പാടില്ല എന്നാണ് സീത പറയുന്നത് അല്ലേ? അവരുടെ മക്കളൊന്നും പോകണ്ടേ ഈ തമിഴ്നാടിന് വെളിയിൽ? ഓക്കെ, ഈ മലയാളം കേരളം കഴിഞ്ഞ് എവിടെയെങ്കിലും ആവശ്യമുണ്ടോ? ഇല്ല. പിന്നെ ആവശ്യമുള്ളത് എന്തുവാ? ഹിന്ദിയാ. ഇപ്പൊ വിദേശത്ത് പോയാലും അറബി രാഷ്ട്രങ്ങളെല്ലാം ഹിന്ദി അറിയാവുന്നവരാ. അപ്പൊ ഇതൊന്നും പഠിക്കാതെ തമിഴ്നാട്ടുകാര് ചിലപ്പോ അവിടെ അവര് ഉൾക്കൊണ്ട് മാത്രം നിന്നാ മതിയായിരിക്കാം. സീത എന്താ ചെയ്യുന്നത്? വീട്ടമ്മയാണോ അതോ? ഞാൻ വീട്ടമ്മയാ സാറേ. ഹിന്ദി ഏതെങ്കിലും ഘട്ടത്തിൽ വലിയ ആവശ്യമായി വന്നിട്ടുണ്ടോ ശ്രീമതി സീതയ്ക്ക്? അയ്യോ, ഹിന്ദി ഇപ്പൊ നമ്മുടെ കേരളത്തിൽ തന്നെ ആണെങ്കിലും. അല്ല, വ്യക്തിപരമായി ഞാൻ ചോദിക്കുകയാണ്. വ്യക്തിപരമായി ഇങ്ങനെ ഒരു പ്രശ്നം വന്നപ്പോൾ എനിക്ക് ഹിന്ദി അറിയാവുന്നത് കൊണ്ട് ഒരു ഗുണമുണ്ടായി എന്ന് പറയാം. എപ്പോഴെങ്കിലും അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായി? ഹിന്ദി അറിയാൻ മേലാഞ്ഞത് കൊണ്ട് നമുക്ക് ബുദ്ധിമുട്ടുണ്ടായി. ഞങ്ങള് വടക്കേ ഇന്ത്യ താമസിക്കുമ്പം പിന്നെ യു പിക്കാരെന്ന് പറയുമ്പോ ഒരു ഇച്ചിരി മസ്തിയാണല്ലോ, ഇച്ചിരി പിന്നെ ദാദായൊക്കെ ഉള്ള ഒരു ടീമാണല്ലോ. പെണ്ണാണേലും ആണാണേലും ഇവര് മദ്രാസികളെന്നും പറഞ്ഞൊരു അവഗണന തെക്കേ ഇന്ത്യക്കാർക്ക് ഈ അവിടെ വിവരമില്ലാത്ത ആളുകൾ കൊടുക്കും. വിവരമുള്ളവരൊക്കെ അവർക്ക് നല്ല റെസ്പെക്ട് കൊടുക്കും. അല്ലാത്തവരൊക്കെ അപ്പം ഹിന്ദി അറിയാമല്ലോ. നമ്മൾ വെള്ളം എടുക്കാൻ ചെല്ലുമ്പോ നമുക്ക് വെള്ളം തരത്തില്ല, നമുക്ക് ഹിന്ദി അറിയത്തില്ലല്ലോ, വെള്ളം ചോദിക്കാം. അങ്ങനെ നമ്മൾ ആദ്യം ഹിന്ദി പഠിക്കുന്നതിന് ആദ്യം അടിയാ ഉണ്ടാകുന്നത്. ഉത്തർപ്രദേശിൽ എവിടെയായിരുന്നു താമസിച്ചത്? ഉത്തർപ്രദേശിലല്ല, ഞങ്ങള് ഗുജറാത്തിലാണ് താമസിച്ചത്. ഗുജറാത്തിൽ പല സ്ഥലങ്ങളിലും താമസിച്ചിട്ടുണ്ട്. അപ്പൊ എല്ലാ സ്റ്റേറ്റുകാരും UP-ക്കാരും കൂടുതൽ പിന്നെ ഈ ഗുജറാത്തിലൊക്കെ കമ്പനികളിലെ ജോലി. സൂറത്തുണ്ടായിരുന്നു, വാപ്പി, വൽസാഡ്, ദമൻ, അങ്കലേശ്വർ, അങ്ങനെ കുറെ സ്ഥലത്തുണ്ടായിരുന്നു. പിന്നെ അത് തന്നെ സാറേ ഈ ബംഗാളികളൊക്കെ നമ്മുടെ വീടുകളിൽ. ഗുജറാത്തി പഠിച്ചോ? ഗുജറാത്തി എന്താ ടെൻഷനൊക്കെ ചോദിക്കും. എന്നാ ഹിന്ദിയല്ലേ? ആണെങ്കിലും പോകാൻ ഭർത്താവിന് അവിടെ ആയിരുന്നു ജോലി. ഏത് മേഖലയിലായിരുന്നു? അല്ല, ഇത് ഫാബ്രിക്കേഷൻ മേഖല. അവിടുന്ന് അങ്ങനെ ആ ഒരു ഭർത്താവിന്റെ ജോലിയുള്ള അവിടെ ആയതുകൊണ്ട് ഇന്ത്യയൊക്കെ ഒന്ന് ചുറ്റിക്കറങ്ങാൻ, ഇന്ത്യയുടെ മറ്റു പല ഭാഗങ്ങളിൽ ചുറ്റിക്കറങ്ങാൻ ഒരു അവസരം ലഭിച്ചു അല്ലേ? ഇതുവരെ കിട്ടിയിട്ടില്ല. ഭയങ്കര ആഗ്രഹമാണ്. 10-20 വർഷം പുള്ളി വടക്കേ ഇന്ത്യ ജോലി ചെയ്ത. ഇപ്പോഴും പറയും എന്റെ ചോറ് അവിടെ ആയിരുന്നു, അവിടെ പോകാൻ തോന്നുന്നു, അവിടെ കാണാനും ആഗ്രഹമാണ്, അവരുടെ ചോറാണ് നമ്മുടെ ജീവിതം എന്ന് പറയായിരുന്നു ഗുജറാത്തിലെ. പുള്ളി ഷിപ്പിയായില്ല. പിന്നെ ബാക്കി കാലം ജോലി ചെയ്ത് ഇപ്പൊ റിട്ടയർഡായി.
പിന്നെ അങ്ങനല്ല സാറേ, ഈ ഹിന്ദിക്കാരില്ലേ നമ്മുടെ മേഖലകളിൽ, നമുക്ക് അവരോട് സംസാരിക്കണ്ടേ? ശരി, നമ്മുടെ എല്ലാ ജോലിക്കും അവരല്ലേ ആവശ്യം. ശരി, ഓക്കെ. അപ്പൊ വ്യക്തമാണ്. അപ്പൊ മലയാളത്തെക്കാളും ഇപ്പൊ ആവശ്യം ഹിന്ദി ആയിട്ട് വന്നിരിക്കുക. അതുപോലെ തന്നെ തമിഴ്നാട്ടിൽ വന്നാ നമ്മൾ വിചാരിക്കുന്നത്. ശരി സാറേ, ഓക്കെ. അപ്പൊ ശ്രീ സനി എന്നോടൊപ്പം ചേരുന്നത് മലപ്പുറത്ത് നിന്നാണ്. ശ്രീ സനി, ഈ സനി വിജയ് സർക്കാരിന്റെ ആരാധകനോ മറ്റോ ആണ്? വിജയുടെ അല്ലല്ല, നമ്മള് ഫിലിം കാണുന്നുണ്ട്, അങ്ങനെ അതൊക്കെ ഉള്ളൂ, അല്ലാതെ ആരാധനൊന്നും അല്ല. ഈ വിജയ് പറയുന്ന ഈ രാഷ്ട്രീയ നിലപാട് പഴയ തമിഴക രാഷ്ട്രീയത്തിന്റെ നിലപാടാണോ, അതോ അത് വിജയ്ക്ക് അതിൽ ഒരു മികവുണ്ടോ? അല്ല സാറേ, അത് എന്ന് പറഞ്ഞാല് വിജയ് എന്ന് പറഞ്ഞ ഒരു സിനിമ നടനായിക്കോട്ടെ, എന്നാലും അയാൾക്ക് അയാളുടെ വ്യക്തിപരമായ കാര്യങ്ങൾ ഉണ്ടാവില്ലേ? അപ്പൊ അയാളിപ്പോ ഒരു ഇലക്ഷന് വന്നു, അയാൾ ജയിച്ചു, അത് അയാളുടെ ഒരു ഇതാണ്. നമുക്ക് അയാളെ വിമർശിക്കാൻ പാടില്ല. അയാൾ നല്ലൊരു മനുഷ്യനാണ് സാർ. എന്തോ അതുകൊണ്ടാണല്ലോ ഇത്രയും ജനങ്ങൾ വോട്ട് ചെയ്ത് അയാളെ ജയിപ്പിച്ചത്. എന്തായാലും വലിയ ജനങ്ങളുടെ വിശ്വാസവും പിന്തുണയും ഒക്കെ നേടാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. അപ്പൊ അദ്ദേഹത്തെ അങ്ങനെ ചെറുതാക്കി കാണേണ്ട കാര്യമില്ല. അദ്ദേഹം ആവശ്യമില്ല, ബാക്കി അവസരങ്ങൾ കൂടി കൊടുക്കുക. നേരത്തെ ഒരു വ്യക്തി, ഞാൻ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി പറഞ്ഞു, ഇങ്ങനെ വിജയിക്ക് അതിന് പറ്റില്ല, അതാവില്ല എന്നൊക്കെ പറഞ്ഞു കേട്ടു. അത് തെരഞ്ഞെടുപ്പിന് മുമ്പ് അങ്ങനെ തന്നെ പറഞ്ഞു, വിജയ്ക്ക് തെരഞ്ഞെടുപ്പിൽ ഒരു ചുക്കും ചെയ്യാൻ കഴിയില്ലെന്ന്. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോഴാണ് മാറ്റി പറയുന്നത്. ഓക്കെ, മാറ്റി പറയുന്നത്. അങ്ങനത്തെ ഒരു മനുഷ്യനെ നമ്മളെ ഒരിക്കലും ചെറുതാക്കി കാണാൻ പാടില്ല. ശരി, ഓക്കെ. വേറെ വ്യക്തി ഇങ്ങനെ പറഞ്ഞത് കേട്ടുകൊണ്ടാണ് ഞാൻ വിളിച്ച് പറയുന്നത്. ശരി. അപ്പൊ ശ്രീ സനി മലപ്പുറത്ത് എവിടെയുള്ള ആളാണ്? മലപ്പുറം കുറ്റിപ്പുറം എന്ന് പറയും. കുറ്റിപ്പുറം എന്ന് പറഞ്ഞാൽ കുറ്റിപ്പുറമൊക്കെ എനിക്കറിയാം. കുറ്റിപ്പുറത്തെ മനോഹരമായ പാലം ഓർമ്മയിൽ സൂക്ഷിക്കാത്ത ആരെങ്കിലും ഉണ്ടോ? കുറ്റിപ്പുറം പാലത്തിന്റെ ഇപ്പുറത്ത് ഒരു അമ്പലമുണ്ട്, മിനി പമ്പ എന്ന് പറയും. അയ്യപ്പ ക്ഷേത്രമല്ല, അല്ല ശിവക്ഷേത്രം. അല്ലല്ല, മിനി പമ്പ ശിവക്ഷേത്രം. ശിവക്ഷേത്രം. അതിന്റെ തൊട്ടപ്പുറത്താണ്, പൊന്നാനി താലൂക്ക്. ഓഹോ, അത് ശരി. അപ്പൊ മിനി പമ്പയ്ക്ക് സമീപത്താണ്. അവിടെ വലിയ ഭാരതപ്പുഴയൊക്കെ ഉണ്ട്. അപ്പൊ അതിന്റെ ശീതളമായ മനോഹരമായ സ്ഥലത്തിനടുത്താണ്. മനോഹരമായ സ്ഥലമാണ്. ഒരുപാട് നല്ല ജനങ്ങളാണ്, നല്ല മനുഷ്യരാണ്. അത് ശരി. അപ്പൊ ഇത് ഏതായാലും അങ്ങയുടെ അഭിപ്രായം കൃത്യമാണ്. അപ്പോൾ കുറ്റിപ്പുറത്തുകാരനായ ശ്രീ സനിയുടെ നിലപാട് അതാണ്. ഓക്കെ, അപ്പോൾ വ്യക്തമാണ്. അപ്പോൾ റെജി എന്നോടൊപ്പം ചേരുന്നത് ആലപ്പുഴയിൽ നിന്നാണ്. ശ്രീ റെജി. യെസ്. മനുവേ, മനു ഇച്ചിരി ശാന്തനാണ്, വടകരക്കാരനെ വെറുതെ വിട്ടേ. അല്ല, ഞാന് അതുകൊണ്ടല്ല. നമ്മളിപ്പോൾ ഒരു രാഷ്ട്രീയത്തിൽ, എൻ്റെ ഒരു നിലപാടാണ്, രാഷ്ട്രീയത്തിൽ പല മേഖലകളിൽ നിന്ന് വരുന്നവരുണ്ടാകാം. ചിലർ അധ്യാപകരായിട്ട് വന്നവരാണ്, എത്രയോ പേരുണ്ട് രാഷ്ട്രീയത്തിൽ. ചിലർ എഞ്ചിനീയർമാരായിട്ട് രാഷ്ട്രീയത്തിൽ വന്നവരുണ്ട്, സിനിമാ ലോകത്ത് നിന്ന് രാഷ്ട്രീയത്തിൽ വന്നവരുണ്ട്, അല്ലാതെ മറ്റ് സാങ്കേതിക വിദഗ്ധരായി വന്നവരുണ്ട്. അപ്പോൾ എല്ലാവരും വരട്ടെ എന്നാണ്. അപ്പോൾ ഒരു സിനിമാക്കാരൻ വരുമ്പോൾ അയാൾ അങ്ങനെ മോശമായി കാണേണ്ട കാര്യമൊന്നുമില്ല, അല്ലേ? അതാണ് എൻ്റെ അഭിപ്രായം. അപ്പോഴല്ലേ അതിനൊരു ഇതുള്ളൂ. നമ്മുടെ പാർലമെന്റിൽ തന്നെ 4 മേഖലയിലുള്ള ആളുകൾ ഉൾക്കൊള്ളിക്കേണ്ട ഒരു പ്രൊവിഷൻ തന്നെ അവിടെ വെച്ചിട്ടുണ്ടായി. പല ആളുകളും അവിടെ അത് വേണ്ട രീതിയിൽ ഉപയോഗിച്ചോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. എങ്കിലും അതിനോട് ഞാൻ ചോദിക്കുന്നു. ഓക്കെ, അപ്പൊ നമുക്ക് വിഷയത്തിലേക്ക് വരാം അല്ലേ? മനു, ഞാൻ കാണുന്നത് ഈ വിജയുടെ തമിഴക രാഷ്ട്രീയം, അതായത് ദ്രാവിഡ രാഷ്ട്രീയത്തെ പിഴുതെറിയുകയും BJPയുടെ രാഷ്ട്രീയ മോഹം തല്ലിക്കെടുത്തുകയും ചെയ്ത ഒരു തന്ത്രപരമായ ഒരു രാഷ്ട്രീയക്കാരനായിട്ട് ഇപ്പൊ പുതിയ ചെറുപ്പക്കാരുടെ കൂട്ടത്തിൽ ഞാൻ കാണുന്ന അദ്ദേഹം തമിഴ്നാടിന്റെ മണവും ഗുണവും ശ്വാസോച്ഛ്വാസം പോലും അദ്ദേഹത്തിന്റെ കാൽ കീഴിലാക്കുന്ന രാഷ്ട്രീയ തന്ത്രങ്ങൾ അദ്ദേഹം ആവിഷ്കരിക്കുന്നു. അദ്ദേഹം നമ്മുടെ മുല്ലപ്പെരിയാർ കേരളം പറഞ്ഞപ്പോ തന്നെ ഘടകം വെട്ടിയില്ലേ? അപ്പൊ കേരളത്തെ പോലും വെട്ടി കർണാടകയോട് കൊണ്ട് വിരോധം. പക്ഷെ അദ്ദേഹം ഉദ്ദേശിക്കുന്ന തമിഴ്നാടിന്റെ തമിഴ് മക്കളുടെ മുഴുവൻ അംബാസഡറായിട്ട് അദ്ദേഹം വിജയ് വാഴുമെന്നുള്ള ഉറപ്പ്. 2029 തെരഞ്ഞെടുപ്പിൽ ഡൽഹിയിൽ നിന്ന് തമിഴ്നാട്ടിലേക്ക് ഒരു പാലം വരും, ഇന്ത്യ മുന്നണി ഒരു പാലം വിടും. അതിനുള്ള രാഷ്ട്രീയ തന്ത്രത്തിനാണ് അദ്ദേഹം. അതുകൊണ്ട് ഞാൻ കൂടുതലൊന്നും പറയുന്നത്, നമുക്ക് വീണ്ടും ഇതിനെപ്പറ്റി ചർച്ച വന്നാൽ സംസാരിക്കാം. ഓക്കെ, വ്യക്തമാണ്. അപ്പോൾ എന്നോടൊപ്പം ശ്രീ കിഷോർ കോന്നിയിൽ നിന്ന് ചേർന്നിട്ടുണ്ട്. അപ്പോൾ കിഷോർ കോന്നിക്ക് നമസ്കാരം. അപ്പോൾ അമൃത എന്നോട് പറഞ്ഞത് ഈ നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ആരോഗ്യരംഗത്തെ കാര്യങ്ങൾ ചർച്ച വെക്കണം. നമുക്കത് ചർച്ച വെക്കാം. ഞാനൊരു ദിവസം നമ്മളിവിടെ ചർച്ച ചെയ്തിട്ടുണ്ട്, വീണ്ടും ചെയ്യാം. അതൊന്നും ഒരു വിഷയമല്ല. നമ്മൾക്ക് അങ്ങനെ പ്രത്യേക മന്ത്രിയോടൊരു സ്നേഹം ഒന്നുമില്ല. പക്ഷേ ഏതാ വിഷയം എന്ന് നോക്കി നമ്മളതിനെ അങ്ങനെ ആ നിലയ്ക്കാണ് അഡ്രസ്സ് ചെയ്യുന്നത്. പ്രമോദ് നാണു എന്നോട് പറയുന്നത് തമിഴ് രാജ്യം വേണം, പുലിപ്രഭാകരൻ ആണ് വിജയുടെ നേതാവ് എന്ന് പറയുന്നത്. അതൊന്നും നടക്കാൻ പോകുന്ന കാര്യമല്ല എന്ന് പറയുന്നവർക്കും അറിയാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഓക്കെ, അപ്പോൾ
ഒരു ഭാഗത്ത് തൂഫാൻ, മറുഭാഗത്ത് വീര്യം കുറഞ്ഞ വളാൽ എന്ന് ശ്രീ മുരളി പറയുന്നു. ഓക്കെ, വീര്യം കുറഞ്ഞ സ്റ്റാർട്ടപ്പ് തുടക്കക്കാർക്ക് വേണ്ടി എന്നൊക്കെയുള്ള പരിഹാസ്യം, അങ്ങനെ പല പല കമൻറ്റുകൾ ഇതിൽ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ശ്രീ ശശിധരൻ പറയുന്നത് സീത ഹിന്ദിയിൽ സംസാരിക്കായിരുന്നു എന്ന്. ഓക്കെ, അവർക്ക് ആ ഹിന്ദിയൊക്കെ നന്നായി അറിഞ്ഞിരിക്കണം. കാരണം ഗുജറാത്തിൽ അവിടെയൊക്കെ ജോലി UP-ക്കാർക്ക് നടുവിൽ സൂറത്തിൽ ചെന്നാൽ പിന്നെ എല്ലാ ഭാഷയും നമ്മൾ പഠിച്ചു പോകും. മനു, നമ്മുടെ പാഠ്യപദ്ധതിയിൽ 1 മുതൽ 10 വരെ ഓരോ ക്ലാസ്സിലും ഓരോ വ്യത്യസ്ത ഭാഷയെങ്കിലും പഠിപ്പിക്കണം, എങ്കിൽ ഈ രാജ്യത്ത് എവിടെ പോയാലും കഷ്ടപ്പെടില്ല എന്ന് പറയുന്നു. എനിക്ക് സുഖമാണോ എന്ന് എന്നോട് മോൻസാക്ക് ചോദിക്കും. മോൻസാക്കിനെ കുറേ നാളായി ഇവിടെ കണ്ടിട്ട്, എന്തുകൊണ്ടാണ് മോൻസാക്ക് വൈകിയത് എന്ന് എനിക്കറിയില്ല, കുറേ ദിവസം കണ്ടില്ല. മുഹമ്മദ് അലി എന്നോട് പറയുന്നത് ഹിന്ദി ഈസ് നോട്ട് ഗുഡ് ലാംഗ്വേജ് എന്ന് പറയുന്നു. ജനങ്ങളുമായി ആശയവിനിമയ ചർച്ച നടത്തി അതിൽ വരുന്ന നല്ല തീരുമാനത്തിന് ഏത് ഗവൺമെൻറ് ഉചിതമായ തീരുമാനമെടുക്കും, അതിൻ്റെ ശരി അടിച്ചേൽപ്പിക്കുന്ന ഉചിതമല്ല എന്ന് എന്നോട് VR+ പറയുന്നു. തമിഴൻ ഉത്തരേന്ത്യയിൽ പോയി ഹിന്ദി പഠിച്ചതുകൊണ്ട് കഞ്ഞി കുടിച്ച് കിടക്കുന്നു എന്ന് പ്രമോദ് നാണു പറയുന്നു. ഓക്കെ, അപ്പോൾ ഇനി മനുവിനോട് മിണ്ടില്ല, ഞാൻ വിഷ് ചെയ്തപ്പോൾ കളിയാക്കുകയാണോ എന്ന് സംശയം തോന്നി എന്നാണ് ശശിധരൻ പിള്ള പറയുന്നത്. ഇല്ല, ഈ ശശിധരൻ പിള്ള ഇങ്ങനെ ഒരു സംശയാലുവാണ് കേട്ടോ. ഞാൻ എന്ത് പറഞ്ഞപ്പോഴും സംശയിക്കുകയാണ്. ശ്രീ ദിവാകരൻ തലശ്ശേരിയിൽ നിന്ന് എന്നോടൊപ്പം ചേരുന്നു. ശ്രീ ദിവാകരൻ, ആദ്യം തന്നെ ശ്രീ ദിവാകരന് ഹിന്ദി അറിയാമോ? ടെക്നീഷ്യൻസിന് ഞാൻ അരമണിക്കൂറായി വെയിറ്റ് ചെയ്യുന്ന വളരെ എവർലാസ്റ്റ് ആയിട്ട് ഞാനൊരു ചോദ്യം ചോദിച്ചത് ശ്രീ ദിവാകരന് ഹിന്ദി അറിയാമോ? ദൈവത്തിലേക്ക് പ്രാർത്ഥിക്കുന്നത് സാറേ. അരമണിക്കൂറായില്ല ഞാനിവിടെ വെയിറ്റ് ചെയ്യുന്നത്. ഞാൻ ബിഗ് ടിവിയിലും മറ്റുള്ള എല്ലാ ടിവിയിലും അവരെല്ലാം എത്ര ഇതുണ്ട്, എത്ര സമയമായി ഞാനിവിടെ വെയിറ്റ് ചെയ്യുന്നു. ശ്രീ ദിവാകരൻ വെയിറ്റിംഗ് അല്ലല്ലോ, ഞാനിവിടെ അങ്ങേക്ക് എല്ലാവരും ഇങ്ങനെ നിൽക്കല്ലേ, നമ്മളെല്ലാവരും സംസാരിക്കാനായിട്ട്. അതാ ഇതങ്ങനെ ഒരു സർവീസ് അല്ല കേട്ടോ. ഇത് ആളുകൾ വന്നാൽ പെട്ടെന്ന് അല്ല. ശ്രീ ദിവാകരൻ ഒന്ന് എന്നോട് സഹകരിക്കണം. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇങ്ങനെ ആള് വിളിക്കുമ്പോൾ അല്ല, ഇത് ഞാൻ അങ്ങോട്ട് പറയുന്നത് കേൾക്കുന്നില്ലെങ്കിൽ പിന്നെ ഞാൻ സംസാരിച്ചിട്ട് കാര്യമില്ലല്ലോ. ഇത് ഒരു ഫോൺ കോളാണ്, പല ആളുകൾ ഇതിലുണ്ടാകും. ചില ആളുകളുടെ കുറെ കൂടി ഈ വിഷയത്തിൽ, ഇപ്പോൾ ഒരു അധ്യാപകൻ വിളിക്കുന്നു, ഈ വിഷയത്തിൽ അദ്ദേഹത്തിന് കുറെ കൂടി കാര്യം പറയാനുണ്ട്. അങ്ങക്ക് എല്ലാ കാര്യങ്ങളിലും അങ്ങ് അഭിപ്രായം പറയുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ദിവസം വേറൊരാൾക്ക് കുറച്ച് ആദ്യമായി വിളിക്കുന്ന ഒരാൾക്ക് അല്ല, അപ്പൊ ഒരു മിനിറ്റ് വേറെ ആൾ പറയുന്നത് ഞാൻ കേൾക്കില്ല. ഞാൻ വന്നാൽ എനിക്ക് പറയാനുള്ളത് പറഞ്ഞ് അങ്ങ് പോവുകയാണോ? അങ്ങ് ഇവിടെ തന്നെ തുടരുകയല്ലേ? എന്ത് തുടരുന്നു? ഞാൻ ബിഗ് ടിവിയിൽ എത്ര സമയമുണ്ട്. ഞാൻ പിന്നെ ആ ടെക്നീഷ്യന്മാരുടെ പാവം എന്റെ മക്കളെ പോലെ എനിക്ക് ഞാൻ ദൈവത്തിലേക്ക് പ്രാർത്ഥിക്കുന്നു. എത്ര സമയമായി ഞാൻ കാത്തു നിൽക്കുന്നു. ഞാൻ ചോദിക്കുന്നത് അങ്ങോട്ട് ചോദിക്കുന്ന ചോദ്യം, അങ്ങ് ഇത് കഴിഞ്ഞാൽ അങ്ങ് പോവുകയാണ്, ടെലിഫോൺ വെച്ച് അങ്ങ് പോകും, പിന്നെ TV കാണില്ല. ഇനി നമ്മളെ മേറ്ററിലേക്ക് പോവാ. അല്ല, ഒരു മിനിറ്റ്, ഈ ചോദ്യത്തിന് കൂടി മറുപടി വരും. എനിക്കത് അറിയാൻ വേണ്ടി ചോദിക്കുകയാണ്. അങ്ങ് പറയാനുള്ള പറഞ്ഞ് അങ്ങ് TV ഓഫ് ചെയ്ത് പോകും, അങ്ങനെയാണ്? ഒരിക്കലും ഓഫ് ചെയ്യില്ല. എത്ര നമ്മൾ ഈ അല്ല, ഞാൻ ചോദിക്കുന്നത് ഈ പരിപാടി കഴിയുന്നവരെ അങ്ങ് ഇത് കാത്തിരുന്ന് കാണില്ലേ? എന്ത് കാത്തിരിക്കാം? നമുക്കെന്താ വേറെ തരത്തിൽ എനിക്ക് വീട്. അപ്പൊ അങ്ങക്ക് പറയാനുള്ളത് പറഞ്ഞ് മറ്റുള്ളവരൊക്കെ പിന്നെ അത് കാത്തിരിക്കൊക്കെ അങ്ങ് പറയാനുള്ളത് കാത്തിരിക്കണമെന്നാണ്. സാറേ, നമ്മള് എന്തെല്ലാം നോക്കുക. അല്ല, അത് അങ്ങക്ക് ആ തിരക്കുണ്ടെങ്കിൽ അങ്ങ് തിരക്ക് കഴിഞ്ഞിട്ട് വിളിച്ചാൽ മതി, ആരും നിർബന്ധിക്കുന്നില്ല. ഇത് എനിക്ക് അല്ല, അത് ആ പൊതുവേദിയിൽ അങ്ങ് ഇത് കൃത്യമായി മനസ്സിലാക്കണം. എനിക്ക് തിരക്കുണ്ട്, അതുകൊണ്ട് ഞാൻ വിളിച്ച എന്റെ കാര്യം പറഞ്ഞു ഞാൻ പോകുമെന്ന് പറയുന്നത് ഇതെന്തെങ്കിലും ഒരു സർക്കാർ സർവീസ് അല്ല. അല്ല, അത് അങ്ങ് തിരക്ക് കഴിഞ്ഞിട്ട് ഒരു ദിവസം വിളിക്കും. മറ്റൊരാളുകൾ ലൈനിൽ നിൽക്കുന്നുണ്ടല്ലോ, അങ്ങ് എല്ലാ വിഷയത്തിലും എല്ലാ ദിവസവും അഭിപ്രായം പറയണമെന്ന് വായിച്ചു പിടിച്ചാൽ ഞാൻ എന്ത് ചെയ്യും? നമ്മൾ മരിച്ചാൽ വരെ നമുക്ക് അന്നത്തെ കാലത്ത് ഇതിന്റെ സൗകര്യം ഉണ്ട്. അല്ല, അങ്ങ് അത്ര തിരക്കുള്ള ആളാണെങ്കിൽ നമുക്ക് പിന്നെ ഒരു ദിവസം കാണാം. അങ്ങ് തിരക്കിലെ കാര്യങ്ങളിലേക്ക് നടക്കും. ശിവദാസൻ ബാലരാമപുരത്ത് എന്നോടൊപ്പം ചേരും. ശരി, അങ്ങ് തിരക്ക് കഴിഞ്ഞിട്ട് നമുക്ക് കാണാം. ഓക്കെ, ശ്രീ ശിവദാസൻ നമസ്കാരം. അപ്പൊ ശ്രീ ശിവദാസൻ ഹിന്ദി പണ്ഡിതനാണ്, ഹിന്ദി സുഗമ പരീക്ഷയൊക്കെ പാസ്സായ ആളാണ്. അതെ, ഞാൻ പഠിച്ചിട്ടുണ്ട് ഹിന്ദി, അന്യായിട്ട് ഹിന്ദി പഠിച്ചിട്ടുണ്ട്. സൗദി ആയിരുന്നപ്പോ എന്റെ കൂടെ 12 തമിഴരായ എന്റെ അല്ല, ഞാൻ അതല്ല, അതിനു മുമ്പ് ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. നമ്മൾ മറ്റൊരു സ്ഥലത്ത് പോയി അവിടുത്തെ ഭാഷ പഠിക്കുന്നതൊക്കെ സ്വാഭാവികമായ കാര്യമാണ്. സ്കൂളിൽ പഠിക്കുമ്പോൾ ഹിന്ദിക്ക് നല്ല മാർക്ക് കിട്ടിയിരുന്നോ? 100%. ഞാൻ പഠിച്ചുള്ള മാർക്കിന് 50-ന് 28, 30. ഞാൻ എന്റെ മാന്യമായ 60% ഉള്ളൂ. അതെ, എന്നാലും 60% കിട്ടില്ല. അപ്പൊ ഹിന്ദിയിൽ ഫസ്റ്റ് ക്ലാസ് നേടിയ ആളാണ് ശ്രീ ശിവദാസൻ ബാലരാമപുരം. അതെ, എന്റെ ഭാര്യ ഹിന്ദി സാഹിത്യ പ്രൊഫസർ പാസ്സായ ആളാണ്, ഹിന്ദി ടീച്ചറാണ് എന്റെ വൈഫ്. അതെയോ? അതെ, എന്റെ മക്കളെല്ലാം പഠിച്ചിട്ടുണ്ട് എന്റെ ഭാര്യ. പിന്നെ എനിക്ക് വിദ്യാഭ്യാസം അങ്ങോട്ട് പോകാൻ സാധിക്കാത്ത കുരുപ്പെടുക്കാണ്ടായതാണ്. പക്ഷെ വിജയ് സാർ ഒന്ന് പറയാനുള്ളത്, ആമാം പാർട്ടിയുടെ ഗതി വരുത്തരുത്. അദ്ദേഹത്തിന് ഹിന്ദിയുടെ മകന്ന് മനസ്സിലാക്കണം. ഹിന്ദി മാതൃകാ ഭാഷയാണ്. നമ്മൾ എല്ലാവർക്കും ഹിന്ദി അറിഞ്ഞിരിക്കണം. മനുഷ്യരെ തിരിച്ചറിയണം. അദ്ദേഹം പുതിയ തലമുറയൊന്നുമല്ല, അദ്ദേഹത്തിന് 50 വയസ്സിന് മേൽ കഴിഞ്ഞ ഒരാളാണ്, ഒരു മുഖ്യമന്ത്രിയാണ്.
പ്രധാനപ്പെട്ട മുഖ്യമന്ത്രിയാണ് ഏത് ഒരു രാജ്യത്തിന്റെ, ഒരു സ്റ്റേറ്റിന്റെ. അദ്ദേഹം ഇരിക്കുന്ന കസേര ബലപ്പെട്ടതാണ്. അദ്ദേഹം പറഞ്ഞ വാക്ക് തിരുത്തണം. ഇല്ലെങ്കിൽ അമോം പാർട്ടിയുടെ ആയുസ് പോലും ഈ പാർട്ടി കാണില്ല. സംശയമൊന്നും വേണ്ട സാർ. നന്ദി, നമസ്കാരം. ശരി. അപ്പം അതാണ്. അപ്പം എന്നോട് ഒരാൾ ചോദിക്കുന്നുണ്ട്, ഇന്ന് എൻ്റെ മൂഡ് ശരിയല്ല, ഞാൻ മൊത്തത്തിൽ എല്ലാവരോടും ഉടക്കാണല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. ഉടക്കല്ല, ഇത് നമ്മളെല്ലാവരും ഒരു പൊതുവേദിയിൽ വരുന്നു, എല്ലാവരും സംസാരിക്കുന്നു. ചിലർക്ക് വിളിച്ചാൽ കിട്ടുന്നു, ചിലർക്ക് വിളിച്ചാൽ കിട്ടുന്നില്ല. അപ്പോൾ ചിലരിങ്ങനെ ധരിക്കുന്നത് ഇതെന്തോ ഒരു സർക്കാർ സർവീസാണ്, ഫോൺ ചെയ്യുന്നു, ഉടനെ എൻ്റെ കാര്യം പറയുന്നു, ഞാൻ പോകുന്നു, മറ്റുള്ളവരെല്ലാം അത് കേൾക്കാനിരിക്കുക. അങ്ങനെയല്ല, നമ്മളെല്ലാവരും ഇത് കേട്ടുകൊണ്ട് എല്ലാവരും സംസാരിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ എനിക്ക് ധൃതിയുണ്ട് എന്ന് പറഞ്ഞാൽ പിന്നെ ഞാൻ എന്താ പറയുക, ധൃതി കഴിഞ്ഞ് തിരക്ക് കഴിഞ്ഞൊരു ദിവസം വരുമെന്നല്ലേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. ഇത് ഞാൻ വിചാരിക്കുന്നത് ഇങ്ങനെ പൊതുവേദി സമയത്ത് ഞാൻ മനസ്സിലാക്കുന്നത്, എനിക്കറിയുന്ന ആളുകളെല്ലാം പൊതുവേദിയിൽ ഉൾക്കൊള്ളുന്നവരെല്ലാം ആ സമയത്ത് പൊതുവേദി കാണാനായി ഇരിക്കുന്നു. ആ സമയം മറ്റ് തിരക്കുകൾ മാറ്റിവെച്ചവർ പൊതുവേദിയുടെ ഭാഗമാകുന്നു. എന്നിട്ട് അവർക്ക് അഭിപ്രായം പറയാനുള്ള അവസരം വരുമ്പോൾ അവർ ശ്രമിക്കുന്നു. ചില 90% അല്ലെങ്കിൽ 99% ആളുകൾക്കും കിട്ടുന്നില്ല, ഒരു 10% ആളുകൾക്കാണ് കിട്ടുന്നത്. ചില ആളുകൾ നിരന്തരം ഫോൺ ചെയ്യുന്നത് കൊണ്ട് അവർക്ക് ഫോൺ കിട്ടുന്നു. അപ്പോൾ ഞാൻ പറയാനുള്ളത് പറഞ്ഞ് ഞാൻ അടുത്ത ടി വിയിലേക്ക് പോകാൻ നിൽക്കുകയാണെന്ന് പറഞ്ഞാൽ അത്ര തിരക്കുള്ളവരെ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? ഞാൻ തിരക്കില്ലാത്ത ആളുകളെയാണ് കൂടുതൽ ഇഷ്ടപ്പെടുന്നത്. എനിക്ക് യാതൊരു തിരക്കുമില്ല. 4 തൊട്ട് 5 വരെ എല്ലാ തിരക്കുകളും മാറ്റിവെച്ച് ഞാനിവിടെ നിൽക്കുകയാണ്. അപ്പോൾ ശ്രീമതി സബീന എന്നോടൊപ്പം ചേരുന്നു. ശ്രീമതി സബീനയായിട്ട് സംസാരിച്ചിട്ട് കുറേ ദിവസമായി. ശ്രീമതി സബീനയ്ക്ക് സ്വാഭാവികമായും ഹിന്ദി അറിയാമായിരിക്കും അല്ലേ? അതെ, അത്യാവശ്യം അറിയാം മനു. നമ്മള് എല്ലാ സ്ഥലത്തും നമ്മൾ പോവേണ്ടി വരുന്നതല്ലേ. പോയിട്ട് പിന്നെ ഞാൻ കുറെ ദിവസമായി വിളിച്ചിട്ട് മനു. ഞാനും വേറെ കുറച്ച് തിരക്കുകളിലായിരുന്നു. അപ്പൊ ഇന്ന് വിളിച്ചിട്ട് തിരക്ക് കുറച്ച് പ്രോജക്ട്സ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് ഇത്തിരി ബിസി ആയി പോയി. അപ്പൊ ഇന്നിപ്പോ വിളിച്ചപ്പോ കിട്ടുകയും ചെയ്തു. പിന്നെ ഇതില് ആക്ച്വലി നമ്മുടെ ഹിന്ദി എന്ന് പറയുന്ന ഒരു ഭാഷയായിട്ട് മാത്രം നമ്മൾ കണക്കാക്കിയാൽ മതി. തമിഴ്നാട്ടിൽ തുടക്കം മുതലേ എന്ന് വെച്ചാൽ കുറെ കാലങ്ങളായിട്ട് അവരുടെ രാഷ്ട്രീയമാണ് ഹിന്ദി വേണ്ടെന്ന് പറയുന്നത്. അല്ലാതെ ഭാഷയോടുള്ള വിരോധമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. തമിഴ്നാട്ടിലും ഞാൻ സർവീസിലൊക്കെ ഇരുന്നിട്ടുണ്ട്. അപ്പോ അവർക്ക് രാഷ്ട്രീയമാണ്, അവരുടെ രാഷ്ട്രീയത്തിൽ അവർക്ക് ഒരു ഹിന്ദി വിരുദ്ധതയുണ്ട്. അല്ലാതെ ജനങ്ങളോട് ഈ ഭാഷ നമുക്ക് വേണ്ട എന്ന് തന്നെയാണ് അവർ അന്നും എന്നും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അല്ലാതെ ഹിന്ദി എന്ന് പറയുന്ന ഒരു കമ്മ്യൂണിക്കേറ്റീവ് ഭാഷ എന്ന് പറഞ്ഞാൽ ഒരു കമ്മ്യൂണിക്കേറ്റിംഗ് ഒരു മീഡിയ മാത്രമാണെന്ന് എന്നുള്ളതാണ്. അതിൽ പ്രത്യേകിച്ച് രാഷ്ട്രീയം കാണേണ്ട കാര്യമുണ്ടോന്ന് വെച്ചാൽ പക്ഷെ അവർ കാണുന്നുണ്ട്. ഇപ്പൊ നമുക്ക് എത്രത്തോളം ലാംഗ്വേജസ് പഠിക്കാൻ പറ്റുമോ അത്രത്തോളം ലാംഗ്വേജസ് പഠിക്കാനാണ് നമ്മൾ കുട്ടികളെ, വരുന്ന തലമുറയൊക്കെ നമ്മൾ അവരെ മനസ്സിലാക്കിപ്പിക്കേണ്ടത്. കാരണം ഓരോ ഭാഷയും നമുക്ക് ഒരു അറിവാണ്. അപ്പൊ പക്ഷെ ഇവിടെ ഞാൻ ഇത് വിജയ് പറഞ്ഞതിൽ ഒരു കാര്യം ഞാൻ മനസ്സിലാക്കുന്നത്, ഞാനും ഹിന്ദി പഠിക്കാത്തതിൻ്റെയൊക്കെ പ്രയാസങ്ങൾ അനുഭവിച്ച് പിന്നീട് ഞാൻ ഉത്തരേന്ത്യയിൽ പഠിക്കാനായി ചെന്നപ്പോൾ അവിടുന്ന് ഹിന്ദി സംസാരിക്കാൻ പഠിച്ച ഒരാളാണ്. പക്ഷേ ഞാൻ പറയുന്നത് ഇപ്പോൾ നമ്മുടെ പല സ്ഥലങ്ങളിൽ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ അട്ടപ്പാടി, അവിടുത്തെ അല്ലെങ്കിൽ അതുപോലെയുള്ള മേഖലകൾ, പിന്നോക്ക സ്ഥലങ്ങൾ, അവിടെയൊക്കെ കുട്ടികൾ സ്കൂളിലേക്ക് വരുമ്പോൾ അവർക്ക് മലയാളം തന്നെ ശരിക്കും പഠിക്കാൻ കിട്ടുന്നില്ല. അപ്പോൾ അവരുടെ മുകളിലേക്ക് ഹിന്ദിയും സംസ്കൃതവും ഒക്കെ അടിച്ചേൽപ്പിക്കുമ്പോൾ അവരിതിൽ നിന്ന് പിൻവാങ്ങുന്നൊരു സാഹചര്യം ഉണ്ടാകുമോ എന്നൊരു ആശങ്ക പലർക്കുമുണ്ട്. അത് ശരിയാണോ? അതുണ്ടാവാം. കാരണം ഒരു കുട്ടിക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ഓരോ മേഖലയിലും ഉള്ളവര് ജനിച്ചു വളർന്ന സാഹചര്യത്തിനനുസരിച്ച് അവർക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമുണ്ട്. അപ്പൊ നമുക്കിത് ഓപ്ഷണലാക്കാം. മാൻഡേറ്ററി എന്നുള്ള ഒരു സംവിധാനത്തിൽ നിന്ന് മാറിയിട്ട് ഇപ്പൊ 2 ലാംഗ്വേജ്, മദർ ടങ്ങും ഒഫീഷ്യൽ ലാംഗ്വേജും നമ്മൾ 2 ലാംഗ്വേജ് മാൻഡേറ്ററി ആക്കുകയും അടുത്ത് നമ്മൾ എക്സ്ട്രാ എത്ര ലാംഗ്വേജസ് വേണമെങ്കിലും നമ്മൾ പഠിപ്പിക്കാൻ പ്രാപ്തരായിട്ടുള്ള ഒരു സർക്കാരായിരിക്കണം. അത് ഓപ്ഷണലാണ്, വേണമെന്നുള്ളവർക്ക് അത് പഠിക്കാം. ഇപ്പൊ എന്റെ മോനൊക്കെ എടുത്താൽ അവന് 10-12 ലാംഗ്വേജ് അറിയാം. അപ്പോ അവർക്ക് അതുകൊണ്ട് ഭയങ്കര യൂസ് ഉണ്ട്. അപ്പൊ എനിക്ക് എത്രത്തോളം അറിയില്ല, അതുകൊണ്ട് തന്നെ അതൊരു വലിയൊരു കാര്യമായിട്ട് നമുക്ക് തോന്നാറുണ്ട്. അപ്പോ എത്രത്തോളം കുട്ടികൾക്ക് പഠിക്കാൻ കഴിയുന്നിടത്തോളം ഒരു പഠിച്ചോട്ടെ, അല്ലാതെ അടിച്ചേൽപ്പിക്കണം എന്നുള്ളത് നിർബന്ധമല്ല. ഇപ്പം കുറച്ച് ഉള്ളിലോട്ടുള്ളവരെ അല്ലെന്നുണ്ടെങ്കിൽ ഇച്ചിരി മനസ്സിലാക്കി എടുക്കാൻ പ്രാപ്തി കുറഞ്ഞ വൾനറബിൾ ആയിട്ടുള്ള സെക്ഷൻസിലൊക്കെ ഉള്ളവർക്ക് നമ്മൾ അതനുസരിച്ചിട്ടുള്ള ഒരു പാഠ്യപദ്ധതി കൊടുക്കുക, ഓപ്ഷണലാക്കുക. ചിലതൊക്കെ എല്ലാവർക്കും എല്ലാം ഒന്നുപോലെ എന്നുള്ള, ഇപ്പൊ നീറ്റ് എക്സാം വരികയാണെങ്കിൽ പോലും ഇപ്പൊ നമ്മുടെ തെക്കേ ഈ സൗത്ത് ഇന്ത്യയിലുള്ളവർ പോലെ തന്നെ നോർത്ത് ഇന്ത്യയിലുള്ളവരും എല്ലാവരും ഒന്നുപോലെ അല്ല എന്നുള്ളതാണ്. ഇപ്പൊ നമ്മൾ പല സ്ഥലങ്ങളിലും കാണുമ്പോൾ അവരുടെ സബ്ജക്ട്, അവർ പഠിക്കുന്ന ഈ സിലബസ് ആണെങ്കിലും ഒക്കെ ഭയങ്കര വ്യത്യാസമാണ്. അപ്പൊ എല്ലാവർക്കും ഒരേ രീതിയിലുള്ള എക്സാം നടത്തിക്കുക എന്ന് പറയുന്നത് തന്നെ
എനിക്ക് തോന്നുന്നു അത് അത്രയും പ്രാക്ടിക്കലി അത് അത്രയും അഡ്വൈസബിൾ ആണോ എന്ന് ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്. ഇതിനൊക്കെ ഒരു ഡിവിഷൻ വെക്കുക എന്നുള്ളതാണ്. നീറ്റ് എക്സാം ആണെന്നുണ്ടെങ്കിലും ഒരു ഡിവിഷൻ വെക്കുക. ഇപ്പൊ നമ്മുടെ കേരളത്തിൽ പഠിക്കുന്ന അതേ സബ്ജക്ട്സോ അല്ലെങ്കിൽ അതിന്റെ സിലബസ് അല്ല തമിഴ്നാട്ടിൽ പഠിക്കുന്നത്. അപ്പൊ പല സ്ഥലത്തും പല ടൈപ്പിലാണ്. അപ്പോ കുട്ടികൾക്ക് മനസ്സിലാക്കി എടുക്കാനുള്ള കപ്പാസിറ്റി. അപ്പൊ പല സ്ഥലത്തുനിന്നും ഉള്ള കുട്ടികൾക്ക് ഒരേ രീതിയിലുള്ള എക്സാം വെക്കുന്ന സമയത്ത് അവർക്ക് അതിൽ ബുദ്ധിമുട്ടുകൾ ഒരുപാട് വരും. അവർ പഠിക്കുന്ന ലാംഗ്വേജിലാണെങ്കിലും അതിന്റെ സ്ലാങ്ങിലാണെങ്കിലും അത് മനസ്സിലാക്കി എടുക്കുന്ന സിസ്റ്റം അവരെ പഠിപ്പിക്കുന്നത് എല്ലാ കുട്ടികൾക്കും കോച്ചിങ്ങിന് പോകാൻ പറ്റത്തില്ല. അപ്പോൾ സാമ്പത്തികമായിട്ട് ഉയർന്നു നിൽക്കുന്നവർക്ക് മാത്രമായിരിക്കും ഇപ്പൊ കോച്ചിങ്ങിനും ഈ ഇതിനൊക്കെ പോകാൻ പറ്റുന്നത്. അപ്പൊ ഒരു ലെവലിന് നമ്മുടെ സാമ്പത്തികമായിട്ട് ബിലോ ആവറേജ് ഉള്ള കുട്ടികൾ കഴിവുണ്ടെങ്കിലും അവർക്ക് ചിലപ്പോൾ മുന്നോക്കം വരാൻ പറ്റാത്ത അവസ്ഥയൊക്കെ ഉണ്ട്. അപ്പൊ ഇതിന് പല ഡിവിഷൻസും പല ഇത് വെക്കുന്നത് വളരെ നല്ലതെന്നാണ് പറയുന്നത്. പക്ഷെ ഈ ലാംഗ്വേജിന്റെ കാര്യത്തിൽ ഓപ്ഷണലാക്കി പഠിക്കുക എന്നുള്ളതാണ്. ശരി, ഓക്കെ, യെസ്, വ്യക്തമാണ്. അപ്പോൾ ദീർഘനാളുകൾക്ക് ശേഷം ശ്രീമതി സെബീനിയുമായി സംസാരിക്കാൻ കഴിഞ്ഞു. അപ്പോൾ അവരുടെ ഒരു കൃത്യമായ നിലപാടാണത്. അപ്പോൾ നമ്മുടെ കൃഷ്ണൻകുട്ടി കറക്റ്റ് 4:45 വരുമോ എന്നൊക്കെ എന്നോട് ഞാൻ പാപ്പു ചോദിക്കുന്നുണ്ട്. എന്താണ് നിങ്ങൾക്കൊക്കെ ശ്രീ കൃഷ്ണൻകുട്ടിയോട് ഇത്ര താല്പര്യമൊന്നും എനിക്കറിയില്ല. അപ്പോൾ ജോളി മാത്യു എന്നോട് പറയുന്നു ഒരിക്കലും വിളിച്ചാൽ കിട്ടുന്നില്ല, വേണ്ടപ്പെട്ടവർക്ക് മാത്രമാണ് കിട്ടുന്നത് എന്നാണ്. അതൊരു സത്യമാണ്. ശ്രീ ജോളി മാത്യു പറയുന്നത് വളരെ സത്യമാണ്. ഒരുപാട് തവണ വിളിച്ചിട്ടും കിട്ടാത്ത, ഒരു വർഷത്തോളം വിളിച്ചിട്ട് കിട്ടാത്ത ആളുകളെയൊക്കെ ഞാൻ ചിലപ്പോഴൊക്കെ കാണാറുണ്ട്, കേൾക്കാറുണ്ട്. അപ്പോഴാണ് ഒരാൾ എനിക്ക് 2 മിനിറ്റ് കാത്തു നിൽക്കേണ്ടി വന്നു എന്ന് പറഞ്ഞ് ഇവിടെ ദേഷ്യപ്പെടുന്നത്. അപ്പോൾ എനിക്ക് ഉണ്ടാകുന്നൊരു മാനസികാവസ്ഥ ഒന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കണം. അപ്പോൾ അജിത് കുമാർ മാറോളി എന്നോട് പറയുന്നു ഭാഷ അടിച്ചേൽപ്പിക്കുന്നത് ശരിയല്ല എന്ന് പറയുന്നു. പ്രമോദ് നാണു എന്നോട് പറയുന്നു ജോസഫിൻ്റെ സിനിമകൾ ഹിന്ദിയിൽ റിലീസ് ചെയ്യില്ല, ഹിന്ദിക്കാരുടെ പണം കൊള്ളാം എന്ന് പറയുന്നു. ഓൾ ഇന്ത്യൻ ഷുഡ് കമ്പൽസറിലി ലേൺ ഹിന്ദി എന്നാണ് ഞാൻ പാപ്പുവിൻ്റെ അഭിപ്രായം. നീറ്റ് പരീക്ഷ അംഗീകരിക്കുന്നില്ല എന്നത് നല്ല കാര്യം തന്നെ, പക്ഷേ ഹിന്ദി പഠിക്കില്ല എന്നത് ശരിയല്ല. എത്ര ഭാഷകൾ പഠിക്കാൻ പറ്റുന്നോ അത്രയും ഭാഷകൾ പഠിക്കുന്നതാണ് നല്ലത് എന്ന് പറയുന്നു. ആശയവിനിമയത്തിന് വേണ്ടിയാണ് ഭാഷ ഉണ്ടായി വന്നതെന്ന് ഈ രാഷ്ട്രീയക്കാർ മനസ്സിലാക്കുന്നു. അന്യഭാഷാ വിരോധം വർഗീയത പോലെ എതിർക്കപ്പെടേണ്ടതാണ് എന്ന് എന്നോട് രാജഗോപാൽ CG പറയുന്നു. സന്തോഷ് പാരിപ്പായ എന്നോട് പറയുന്നു മനുവിന് ഇന്ന് ഭയങ്കര പ്രഷറാണ് എന്ന് പറയുന്നു. എന്തുപറ്റി ഇങ്ങനെ താങ്കൾ ചൂടായി സംസാരിക്കുന്നത് ഇതുവരെ കണ്ടിട്ടില്ലല്ലോ എന്ന് പറയുന്നത്. ഞാൻ ചൂടായതല്ല, എൻ്റെ സംസാരം സാധാരണഗതിയിൽ ഞാൻ ചിലപ്പോൾ ചില കാര്യങ്ങൾ പറയുമ്പോൾ കുറച്ച് ഉച്ചത്തിൽ സംസാരിക്കും, അത് ദേഷ്യപ്പെടുന്നതല്ല. പക്ഷേ എനിക്ക് വലിയൊരു പ്രശ്നമുള്ളത് പല ആളുകൾ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇതിപ്പോൾ ഒരു ജോളി മാത്യു എനിക്കിത് കുറിപ്പയക്കുന്നു, എത്രയോ തവണ വിളിച്ചിട്ട് കിട്ടുന്നില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ എങ്ങനെ ചില ആളുകൾ 6 മാസം വിളിച്ചിട്ട് കിട്ടിയില്ല എന്നൊക്കെ എന്നോട് പറയുന്നുണ്ട്. അപ്പോൾ 10 മിനിറ്റ് നിൽക്കാൻ കഴിയാത്ത ആളുകളോട് ഞാൻ എന്താണ് പറയുക, എനിക്കിത് കഴിഞ്ഞ് അടുത്ത TV-യിലേക്ക് പോകേണ്ടതെന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ നമുക്ക് നിർബന്ധം പിടിച്ച് ആരുടെയെങ്കിലും പ്രതികരണം ഇതിലെടുക്കണമെന്നില്ല. ഇത് സമയമൊക്കെയുള്ള, ഇത്തരം വിഷയങ്ങളിൽ അവഗാഹമുള്ള, എനിക്കിതിനെക്കുറിച്ചൊരു അനുഭവമുണ്ടെന്ന് പറയാൻ തയ്യാറായ കുറേ ആളുകളുടെ പ്രതികരണം എടുക്കുക എന്നുള്ളതാണ് ഇതിലെ കാര്യം. തിരക്കുള്ള ആളുകളുടെ പ്രതികരണം നമ്മൾ ആവശ്യമുണ്ടെങ്കിൽ അങ്ങോട്ട് ചെന്ന് എടുക്കും. നമ്മളിപ്പോൾ മുഖ്യമന്ത്രിയുടെയും പ്രതിപക്ഷ നേതാവിൻ്റെയൊക്കെ ഇത് അവരുടെ സമയവും സന്ദർഭമൊക്കെ നോക്കി അങ്ങോട്ട് പോയി എടുക്കുന്നില്ലേ, അതുപോലെ എടുക്കും. ഇത് നമുക്ക് ഞാൻ ഉൾപ്പെടെ വളരെ ഫ്രീ ആയിട്ടുള്ള ആളുകൾക്ക് ഇങ്ങോട്ട് വിളിച്ച് അവർക്ക് എല്ലാവർക്കും കൂട്ടായ അഭിപ്രായം പറയാനുള്ളൊരു സ്ഥലമാണ് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ശ്രീ ദിവാകരൻ സാറിന് കുറച്ച് പ്രഷറിൻ്റെ ഗുളിക കൊടുക്കണം. അല്ല, അദ്ദേഹം പാവമാണ്, എൻ്റെ ഒരു നമ്മുടെ സ്ഥിരം പ്രേക്ഷകനാണ്. അപ്പോൾ പക്ഷേ ചില ആളുകൾക്ക് എല്ലാ കാര്യത്തിലും ഞാനൊരു അഭിപ്രായം പറഞ്ഞേക്കാം, അങ്ങനെയല്ലല്ലോ. ചില ആളുകൾക്ക് ഒരു കാര്യത്തിൽ കുറേ കൂടി കൃത്യമായ അഭിപ്രായം. ശിവദാസൻ ബാലരാമൂർ, അദ്ദേഹത്തിന് ഈ ഒരു വിഷയത്തിൽ കുറേ കൂടി അഭിപ്രായം പറയാനുണ്ട്. കാരണം അദ്ദേഹത്തിൻ്റെ ഭാര്യ ഒരു ഹിന്ദി അധ്യാപകൻ. ഒരു ഇബ്രാഹിം കുട്ടി, അദ്ദേഹം ഒരു അധ്യാപകനാണ്, അദ്ദേഹത്തിന് ഈ കാര്യത്തിലൊരു അഭിപ്രായം പറയാനുണ്ട്. അത് കുറേ കൂടി ആൾ കേൾക്കാൻ സാധിക്കും. അപ്പോൾ എല്ലാറ്റിലും ഞാൻ ഒരാൾ തന്നെ പറയണമെന്നല്ല, ഇത് ആ മേഖലയിൽ അവഗാഹമുള്ള ആളുകൾ പറയുമ്പോഴാണ് അതിന് കൂടുതൽ മറ്റുള്ളവർക്ക് അതൊരു ഗുണകരമായി മാറുക. അപ്പോൾ എന്നോട് സുരേഷ് ബാബു പറയുന്നു മുല്ലപ്പെരിയാർ പുതിയ അണക്കെട്ട് വേണ്ട എന്ന തീരുമാനത്തിന് മനുസാറിൻ്റെ അഭിപ്രായം എന്താണ് എന്ന് ചോദിക്കുന്നു. ഞാൻ അതിൽ പ്രത്യേകിച്ച് ഒരു അഭിപ്രായം എനിക്ക് അറിയില്ല. അത് പറയേണ്ടത് ടെക്നിക്കലായ ഒരു കാര്യമാണ്. ആ അണക്കെട്ടിന് ബലമുണ്ടോ ബലക്ഷയമുണ്ടോ എന്നൊക്കെ തീരുമാനിക്കേണ്ട ഒരു സാങ്കേതിക സമിതിയാണ്. തമിഴ്നാടിന് വെള്ളം കൊടുക്കണ്ട എന്നൊരു നിലപാട് ഒരിക്കലും കേരളത്തിന് ഉണ്ടാകാൻ പാടില്ല എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. നമുക്ക് ഒരല്പം വെള്ളം ഷോർട്ടായാലും അയൽ സംസ്ഥാനങ്ങളെ തമിഴ്നാടിന് അത് കൊടുക്കണം എന്ന് കരുതുന്ന ഒരാളാണ് ഞാൻ. പക്ഷേ വലിയൊരു ജനതയുടെ സുരക്ഷ ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. അപ്പോൾ അത് പരസ്പരം ബോധ്യപ്പെടുത്തി മനസ്സിലാക്കി സമന്വയത്തിലൂടെ പോകാൻ നമുക്ക് കഴിയണം. അല്ലാതെ സംസ്ഥാനങ്ങളുടെ പേരിലുള്ള ഒരു തർക്കം അല്ല ഇവിടെ ആവശ്യം. ഏതായാലും എനിക്ക് ഒരു ചെറിയ ഇടവേള ആവശ്യമാണ്. ഞാനൊരു ചെറിയ ഇടവേള എടുത്ത് പെട്ടെന്ന് മടങ്ങി വരാം. ഷോർട്ട് ബ്രേക്ക്.
ഇന്ത്യൻ വിദേശകാര്യമന്ത്രി ഓക്കെ, അപ്പം എന്നോടൊപ്പം ബിനോയ് ചേരുന്നുണ്ട് കൊല്ലത്ത് നിന്ന്. ശ്രീ ബിനോയ്. മനോജി നമസ്കാരം. ശ്രീ ബിനോയ്, ഈ നീറ്റ് പരീക്ഷ വേണ്ട എന്ന തമിഴ്നാടിന്റെ നിലപാടിനോട് യോജിക്കുന്നുണ്ടോ? ഒരിക്കലും യോജിക്കുന്നില്ല. തമിഴ്നാട് എന്താ ഇന്ത്യയിലല്ലേ? എന്തുവാ തമിഴ്നാട് എന്താ ഇന്ത്യയിലല്ലേ? അപ്പോ ഹലോ, കേൾക്കുന്നു. തമിഴ്നാട് ഇന്ത്യയിലാണെന്ന് ആദ്യം ബഹുമാനീയനായ തമിഴ്നാടിന്റെ മുഖ്യമന്ത്രി വിജയ് മനസ്സിലാക്കണം. അതങ്ങനെ പറയുന്നത് തന്നെ ശരിയല്ല. ലോകത്തെ ഏതെങ്കിലും രാജ്യങ്ങൾ കേട്ടാൽ ചിരിക്കും. അത് ഇന്ത്യയുടെ നമ്മുടെ മാതൃഭാഷയാണ് ഹിന്ദി. അത് ഉൾക്കൊള്ളണം. എല്ലാ സംസ്ഥാനങ്ങളും എല്ലാ കേന്ദ്രഭരണ പ്രദേശങ്ങളും അത് ഉൾക്കൊള്ളണം. അപ്പൊ ഇവരുടെ ഈ മുന്നണിയിൽ അതൊരു പ്രശ്നമായി വരുമോ ശ്രീ ബിനോയ്? ഈ കോൺഗ്രസ് ഉണ്ടല്ലോ ഈ മുന്നണി. കേട്ടില്ല. ഈ തമിഴ്നാട്ടിലെ വിജയ് നേതൃത്വം കൊടുക്കുന്ന ഈ സർക്കാരിന്റെ അതിന് പിന്തുണയിൽ കോൺഗ്രസ് ഉണ്ടല്ലോ. അപ്പൊ അതൊരു പ്രശ്നമായി വരുമോ? അവിടെ കോൺഗ്രസ് ആണല്ലോ ഈ നീറ്റ് അവിടെ കൊണ്ടുവരുന്നത്. അല്ല, മുന്നണിയിൽ വന്നില്ലെങ്കിലും ഭാരതമെന്ന് കേട്ടാൽ അഭിമാനപൂരിതമാകണം അന്തരംഗം. അതാദ്യം എല്ലാവരും ഉൾക്കൊള്ളണം. കാരണം നമ്മൾ ഒരു ഇന്ത്യക്കാരനെന്ന് ലോകത്ത് എവിടെ ചെന്ന് പറഞ്ഞാലും അത് ഇന്ത്യക്കാരനാണ്. അതിനുശേഷം ഇന്ത്യയിൽ എവിടെയെന്ന് അവർ ചോദിക്കത്തുള്ളൂ. ഞാൻ മലയാളിയാണെങ്കിൽ ഞാൻ പറയും ഞാൻ കേരളത്തുകാരനാണ്. ഒരു തമിഴനാണെങ്കിൽ പറയും ഞാൻ തമിഴ്നാടുകാരനാണ്. അപ്പൊ നമ്മളെല്ലാവരും മാതൃരാജ്യത്തോടുള്ള ഒരു സ്നേഹം അങ്ങനെ നിലനിർത്തണം. ഞാൻ ഇന്ത്യക്കാരനാണ്. ഇന്ത്യയിൽ ഇന്ന സംസ്ഥാനം അല്ലാതെ ഒരാള് ഈ ഏത് രാജ്യത്തുകാരനാണെന്ന് ചോദിക്കാൻ തമിഴ്നാട് രാജ്യം എന്ന് ആരെങ്കിലും പറയുമോ? ഇല്ല. ഞാൻ മലയാളിയാണെങ്കിൽ ഞാൻ പറയും ഞാൻ ഇന്ത്യ ഗൾഫിലോ നമ്മൾ ലോകത്ത് എവിടെ പോയാലും ചോദിക്കുന്നത് നിങ്ങൾ ഏത് രാജ്യക്കാരൻ, നമ്മൾ എന്തോ പറയുന്ന ഇന്ത്യൻ, ഞാനൊരു ഇന്ത്യക്കാരനാണ്. ഇന്ത്യയിൽ എവിടെ നിന്ന് ചോദിക്കുമ്പോഴാണ് കേരളം അല്ലെങ്കിൽ തമിഴ്നാടെന്ന് പറയുന്നത്. അതുകൊണ്ട് ബഹുമാനപ്പെട്ട തമിഴ്നാട് മുഖ്യമന്ത്രിയോട് പറയുകയാണ്, ഒരിക്കലും ഹിന്ദിയെ നിന്ദിക്കുവാൻ പാടില്ല. ഒരു ഭാഷ കൂടുതൽ പഠിക്കും തോറും നമ്മളുടെ വിദ്യാർത്ഥികൾക്കും നമ്മളെ പുതുതലമുറയ്ക്കും ലോകത്ത് അത്രത്തോളം അംഗീകാരം കിട്ടയാ. ലോകത്ത് 20 രാജ്യങ്ങളിൽ സംസാരിക്കുന്ന ഭാഷയാ നമ്മളുടെ ഹിന്ദി. 20 രാജ്യങ്ങളിൽ ഫിജിയുടെ അവരുടെ ഭാഷ, ഈ 3 ഭാഷ അംഗീകരിച്ചതിൽ ഫിജി എന്ന് പറയുന്ന രാജ്യത്തിൽ ഹിന്ദി അവരുടെ സംസാര ഭാഷ ആക്കുമ്പോഴാണ് ഇന്ത്യയിലെ ഒരു സംസ്ഥാനത്തെ മുഖ്യമന്ത്രിയും ചില ആളുകളും വന്ന് പറയുന്നു ഹിന്ദി ഞങ്ങൾക്ക് വേണ്ട എന്നുള്ളത്. ഇതൊന്നും നമുക്ക് അംഗീകരിക്കുവാൻ കഴിയുന്നതല്ല. ഹിന്ദി പഠിച്ചേ പറ്റൂ. ഹിന്ദി പഠിച്ചാൽ 20 രാജ്യങ്ങളിൽ പോയി നമുക്ക് ജീവിക്കാം. ഞാൻ ബഹ്റിനിൽ ബിസിനസ് ഉള്ള ഒരാളാണ്. ബഹ്റിനിലെ 80% ബഹ്റൈനികളും ഹിന്ദി സംസാരിക്കും. അവിടെ പുതിയതായിട്ട് വരുന്ന തമിഴന്മാരും കുറച്ച് മലയാളികൾക്ക് എങ്കിലും ഇതിനൊരു റൂട്ടുണ്ട്. നമ്മളെ സ്കൂളുകളിലെല്ലാം പഠിപ്പിക്കുന്നുണ്ട്. പക്ഷെ തമിഴന്മാർക്ക് ഒരു റൂട്ടും ഇല്ല. എങ്കിൽ തമിഴ്നാട് ഗവൺമെന്റ് ഒരു കാര്യം ചെയ്യണം മനു, ഇവരെ ഒന്നും GCC കൺട്രിയിലോട്ടോ ഫിജി പോലുള്ള രാജ്യങ്ങളിലോട്ടോ വിടരുത്. കാരണം അവിടെയൊക്കെ വരുമ്പം നമ്മൾ നാണിച്ചു പോകും. കാരണം ഇന്ത്യക്കാരനെന്ന് പറഞ്ഞിട്ട് ഹിന്ദി അറിഞ്ഞൂടാ എന്ന് പറയുമ്പോഴേ അവർക്ക് ലോകത്തെ ഏറ്റവും വലിയ ഒരു സംസ്കാരമുള്ള ഒരു രാജ്യം, ഈ രാജ്യത്തെ ഒരു ഇന്ത്യക്കാരനെന്ന് പറയുന്നത് നമുക്ക് ഭയങ്കര അഭിമാനമല്ലേ? ഞാൻ ഇന്ത്യക്കാരനാണ്. എത്രയോ ഭാഷകളും ഉപരിഭാഷകളും അങ്ങനെ ഒരു സംസ്കാരമുള്ള നാട്ടിൽ നമ്മൾ എല്ലാ ഭാഷയും അംഗീകരിക്കണം. ഞാൻ തമിഴിനെ അംഗീകരിക്കുന്നു. തമിഴ് എനിക്ക് ഇഷ്ടമാണ് ആ ഭാഷ. പക്ഷെ എന്റെ മലയാളം ഞാൻ ഇഷ്ടപ്പെടുന്നുണ്ട്. ഹിന്ദി ഒരു ഇന്ത്യക്കാരനുണ്ട്. രാഷ്ട്രഭാഷയല്ലേ ഹിന്ദി, അല്ലേ മനു? യെസ്, രാഷ്ട്രഭാഷ നമ്മൾ അങ്ങനെയല്ല. പക്ഷേ അങ്ങനെ ഔദ്യോഗികമായി പറയുന്നില്ലെങ്കിൽ നമ്മൾ പറയുന്നത് രാഷ്ട്രഭാഷ എന്ന തരത്തിലാണ്. അങ്ങനെ ഇന്ത്യക്കൊരു നാഷണൽ ലാംഗ്വേജ് എന്നൊരു ലാംഗ്വേജ് ഇല്ല എന്നാണ് കഴിഞ്ഞിടെ ഞാൻ അതിനെപ്പറ്റി ഒന്നും കൂടി വായിച്ചപ്പോൾ ഞാൻ ഓർക്കുന്നത് അങ്ങനെയാണ്. നാഷണൽ ലാംഗ്വേജ് മനു, ഞാൻ പറഞ്ഞു നാഷണൽ ലാംഗ്വേജ് ഇല്ലെങ്കിലും ഗൾഫിൽ നമ്മൾ എവിടെ പോയാലും GCCയിലെ 7 കൺട്രിയിൽ എവിടെ പോയാലും അവിടെ ഒരു ഇന്റർവ്യൂവിന് പോകുമ്പോൾ അവർ ചോദിക്കുന്നത് ഹിന്ദിയാ. ബയോഡറ്റയിൽ എന്തൊക്കെ നമുക്ക് അറിയാമെന്ന് ലാംഗ്വേജ് നോളജ് ചോദിക്കുമ്പോൾ നമ്മൾ എഴുതും മലയാളം, ഹിന്ദി, ഇംഗ്ലീഷ്, തമിഴ്. ഞാനാണെങ്കിൽ ഇങ്ങനെ എല്ലാം എഴുതും. എനിക്ക് 10-20ഓളം ഹിന്ദിക്കാര് ജോലിക്കാരുണ്ടായിരുന്ന ഒരു മുതലാളിയായിരുന്നു ഞാൻ. പക്ഷെ ഞാൻ അവർ മുഖാന്തരമാണ് ഹിന്ദി പഠിച്ചത്. ഞാൻ ഹിന്ദി കൃത്യമായി പഠിച്ചില്ല അല്ല, ഹിന്ദി ഞാൻ സ്കൂളിൽ കൃത്യമായി പഠിച്ചില്ല. നമുക്ക് ഇവിടുത്തെ മലയാളികൾ സംസാരിക്കുന്ന സ്കൂളിലെ ഹിന്ദിയും
സംസാരിക്കുന്നത് രണ്ടും രണ്ടാണ്. ഞാൻ സ്കൂളിൽ പഠിച്ചില്ല, ഞാൻ സൗദി അറേബ്യ പോയിട്ടാണ് ഹിന്ദി പഠിക്കുന്നത്. ഞാൻ രാഹുൽ ഗാന്ധിയുടെ അല്ല, ഞാനത് അങ്ങനെ കുറ്റപ്പെടുത്തിയില്ല. ഞാനും സ്കൂളിൽ ശരിക്കും ഹിന്ദി പഠിച്ചില്ല. ഞാനും ഇതുപോലെ ഡൽഹിയിൽ പഠിക്കാനായി ചെന്നപ്പോഴാണ് എനിക്ക് അങ്ങനെ ഹിന്ദി അറിയാത്തൊരു വലിയ കുറവാകുകയും പിന്നെ അത് പഠിക്കുകയും ചെയ്തു. പിന്നെ അല്ല മനു, എന്റെ അടുത്ത് രാഹുൽ ഗാന്ധി ചോദിച്ചു, സത്യം പറഞ്ഞാൽ ഞാൻ ഒരു ഡൽഹിക്കാരനാണോ മലയാളിയാണോ എന്ന് ചോദിച്ചൊരു ചോദ്യം എന്താ അറിയോ? എന്റെ അടുത്ത് ഞാൻ രാഹുൽ ഗാന്ധിയുടെ ടാലന്റ് ഹണ്ട് എന്ന് പറഞ്ഞൊരു പരിപാടിയിലാണ് ഞാൻ യൂത്ത് കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ കടന്നു വരുന്നത്. ഈ രാഹുൽ ഗാന്ധിയുടെ ഒരു ടാലന്റ് ഹണ്ട് കണ്ടാണോ ചോദിച്ചത്? ഉത്തരേന്ത്യക്കാരനാണോ? ഉത്തരേന്ത്യക്കാരൻ എന്ന് പറഞ്ഞാൽ ഞാൻ പുള്ളിയുടെ ഫേസ് ടു ഫേസ് മീറ്റിംഗ് ഉണ്ടായിരുന്നു ഡൽഹിയിൽ ഈ ടാലന്റ് ഹണ്ടില്. കേരളത്തിൽ നിന്ന് 10 പേര് പങ്കെടുത്തതിൽ ഒരാൾ പോയ ആളാണ് ഞാൻ, രാഹുൽ ഗാന്ധി 2009. അപ്പൊ അങ്ങനെ പോയപ്പോൾ സത്യം പറഞ്ഞാൽ ഹിന്ദി ഉള്ളത് കൊണ്ടാണ് ഞാൻ അവിടെ പിടിച്ചത്. ഈ ഇംഗ്ലീഷ് ഒരുപാടൊന്നും സംസാരിക്കാൻ അറിയില്ല കേട്ടോ. ഇംഗ്ലീഷ് എനിക്ക് അറിയാം, പക്ഷെ ഫ്ലുവൻസി ഇല്ല. പക്ഷെ ഹിന്ദിയിൽ എക്ദം അച്ഛാ ജബർദസ്ത് ഹിന്ദി ബാത് കർത്താ ഹൈ. എന്റെ അടുത്ത് രാഹുൽജി ചോദിച്ചൊരു ചോദ്യമാ, ആപ് തോ മുംബൈ വാല ഓർ ദില്ലി വാല എന്ന്, നീ മുംബൈക്കാരനാണോ ഡൽഹിക്കാരനാണോ? ഞാൻ അദ്ദേഹത്തിനോട് ഒരൊറ്റ മറുപടിയെ പറഞ്ഞോളൂ, कभी तक मैं हिंदी देखा भी हिंदी पढ़ा भी नहीं है, पहले बार हम दिल्ली आ रहे और दिल्ली देख रहे, इसलिए हम आपसे बात कर रहे എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു ഓക്കെ എന്ന് പറഞ്ഞ് ശരി പൊക്കോളാൻ പറഞ്ഞു. അപ്പൊ ഞാൻ അദ്ദേഹത്തിന് പറഞ്ഞു, ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ട് ഡൽഹി പോകുന്നത് രാഹുൽ ഗാന്ധിയെ കാണാനാണ്, ഞാൻ അല്ലാതെ പോയിട്ടില്ല. പക്ഷെ എനിക്ക് സൗദി അറേബ്യ സമയം അതിക്രമിക്കുന്നത് കൊണ്ടാണ്. അപ്പോൾ അത് കൃത്യമാണ്. അപ്പം അങ്ങ് പറഞ്ഞതും വളരെ വളരെ കൃത്യമാണ്. അപ്പോൾ താങ്ക് യു സോ മച്ച്. അപ്പോൾ എന്നോട് ഞാൻ പാപ്പു പറയുന്നത്, മനു, ഹിന്ദി ഈസ് അവർ രാഷ്ട്രഭാഷ എന്നുള്ളത് അങ്ങനെ ഒരു നാഷണൽ, ഞാൻ മനസ്സിലാക്കുന്ന അങ്ങനെയാണ്, നമുക്ക് അങ്ങനെ ഒരു നാഷണൽ ലാംഗ്വേജ് എന്നൊന്നില്ല. നമ്മുടെ ഒഫീഷ്യൽ ലാംഗ്വേജ് എന്ന തരത്തിൽ ഹിന്ദിയും ഇംഗ്ലീഷും ഉണ്ട് എന്നതാണ്. നമുക്ക് എല്ലാ ഭാഷകളും തുല്യരാതാണ്, നമ്മൾ ഇത് പഠിക്കുന്നു എന്നുള്ളതാണ് പ്രധാന കാര്യം. കാരണം കൂടുതൽ ആളുകൾക്ക് അത് മനസ്സിലാകും എന്നുള്ളത് കൊണ്ടാണ്. അപ്പോൾ കോൺഗ്രസ്സുകാരനായ ബിനോയോട് ബഹുമാനം തോന്നുന്നു എന്ന് സുനിൽ പറയുന്നു. എനിക്ക് തമിഴ്, മലയാളം, ഹിന്ദി, തെലുഗു, ഇംഗ്ലീഷ് എന്നീ ഭാഷകൾ അറിയാമെന്ന് എന്നോട് ശ്രീ ഷാൽ പറയുന്നു. വെരി ഗുഡ്. അപ്പോൾ ഭാഷയിലല്ല കാര്യം, അതിൻ്റെ പെരുമാറ്റം ആണ് എന്ന് പറയുന്നു. വെരി ഗുഡ് സാർ. ഭാഷയിൽ തന്നെ ഏറ്റവും കൂടുതൽ സംസാരിക്കുന്നത് ഹിന്ദിയാണ്, പക്ഷേ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പഴക്കമുള്ളത് തമിഴാണ്. ഹിന്ദി വന്നിട്ട് കുറച്ച് വർഷങ്ങളെ ആയിട്ടുള്ളൂ, എന്നാൽ തമിഴ് വന്നിട്ട് 5000 വർഷമായി എന്നൊക്കെ എനിക്ക് ഇത് പറഞ്ഞു തരുന്നുണ്ട് നമ്മുടെ ശ്രീശാലിൻ്റെ ആ നിരീക്ഷണമൊക്കെ വളരെ വളരെ കൃത്യമാണ്. അപ്പോൾ ശ്രീ കൃഷ്ണൻകുട്ടി മണിമലയ്ക്ക് ഇന്ന് അധിക സമയം തരാൻ നിർവാഹമില്ല. ചുരുങ്ങിയ വാക്കുകൾ. നമസ്കാരം. അങ്ങ് എവിടെയെന്ന് ഇപ്പോൾ ആളുകൾ ചോദിച്ചു തുടങ്ങിയിരിക്കുന്നു, അപ്പോഴാണ് അങ്ങ് വരുന്നത്. അതുകൊണ്ടാണ് ഞാൻ വിളിച്ചത്. അങ്ങനെ ഞാൻ വിളിക്കുന്നില്ല, ആൾക്കാർ ചോദിച്ചുകൊണ്ട് മാത്രം വിളിച്ചതാ. അത് ശരി. ഈ ഭാഷ പഠിക്കുക എന്നുള്ളത് ഒരു ടാലന്റ് ആണ്. എത്ര ഭാഷ പഠിക്കുന്നു അത്ര നല്ലതാണ്. ശ്രീ കൃഷ്ണൻകുട്ടിക്ക് എത്ര ഭാഷ അറിയാം? എനിക്ക് മനസ്സിലാകുന്ന ഭാഷ എന്ന് പറഞ്ഞാല് കുറച്ചൊക്കെ കന്നഡ മനസ്സിലാകുമായിരുന്നു, തെലുങ്ക് മനസ്സിലാകും, ഏവണ്ടി വാഗുന്നാരാന്നൊക്കെ അറിയാമോ? കേട്ടിട്ടുണ്ടോ? അതൊക്കെ എനിക്കറിയാം. അതൊക്കെ എല്ലാവർക്കും അറിയുന്നതാണ് വാഗുന്നാരാന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ. ഞാൻ ആന്ധ്രാപ്രദേശിൽ 12 കൊല്ലം ഉണ്ടായിരുന്നു, ബോംബെയിലുണ്ടായിരുന്നു. ഹിന്ദി അറിയാം, മലയാളം അറിയാം, ഇംഗ്ലീഷ് അറിയാം. ഒരു പ്രശ്നമല്ല, കാരണം ഭാഷ കൂടുതൽ അറിയുന്ന നമുക്കൊരു ആഘോഷം, ഒരു എൻജോയ്മെന്റ് ആണ്. ഓരോ ഭാഷയിലും ഓരോ കാര്യങ്ങളുണ്ടല്ലോ, പുതിയ പുതിയ കാര്യങ്ങൾ അറിയാൻ പറ്റും. പിന്നെ തമിഴന്മാരുടെ പ്രശ്നം എന്താ വെച്ചാൽ അവരുടെ ഭാഷയിൽ നമ്മൾ അഭിമാനം കൊള്ളുന്നു, മലയാളത്തിൽ എങ്ങനെ അഭിമാനം കൊള്ളുന്നു അത് കൂടുതൽ അഭിമാനം കൊള്ളുന്നവരാണ് അവർ. കാരണം ഇന്ത്യയിലെ ഏറ്റവും പഴകിയ ഭാഷകളിലൊന്നാണ് തമിഴ്. സംസ്കൃതം പോലെയോ അത്രയും തന്നെ പഴക്കമുണ്ട് തമിഴിനും. അപ്പൊ അതിനെ നമ്മൾ മോശമാക്കുമോ എന്നുള്ള അവർ പേടികൊണ്ടാണ് അവരിങ്ങനെയൊക്കെ പറയുന്നത്. അവർക്ക് ആത്മവിശ്വാസം കൊടുത്തു കഴിഞ്ഞാൽ തമിഴിന് പരുക്ക് പറ്റാതെ ഹിന്ദി പഠിക്കാവുന്നും അതുകൊണ്ട് കുഴപ്പമില്ലെന്നും അവരെ പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റാത്ത ദേശീയ നേതൃത്വം ഉള്ളതുകൊണ്ടാണ് ഈ കുഴപ്പങ്ങളെല്ലാം സംഭവിച്ചത്. ആദ്യം മുതലേ അതാണ് വിഷയം. അവർ ആവശ്യപ്പെടുന്നത് ഞങ്ങൾ നിങ്ങളുടെ ഭാഷ പഠിക്കുമ്പോൾ ഞങ്ങളുടെ ഭാഷ നിങ്ങൾ പഠിക്കുമെന്ന് ചോദിക്കുമ്പോൾ നോർത്ത് ഇന്ത്യയിൽ ഒരു സൗത്ത് ഇന്ത്യൻ ഭാഷ പഠിപ്പിക്കാനുള്ള സംവിധാനങ്ങൾ ചെയ്യണമെന്നേ, അവരും പഠിക്കട്ടെ. ഈ ത്രിഭാഷ സിസ്റ്റം എന്ന് പറയുന്നത് നമുക്ക് സൗത്ത് ഇന്ത്യക്കാർക്ക് മാത്രം പോരല്ലോ. അല്ല, പക്ഷെ ശ്രീ കൃഷ്ണൻകുട്ടി, ഞാൻ മനസ്സിലാക്കുന്നത്, ഞാൻ എൻ്റെ മോളെ നൈസറിൽ അഡ്മിഷൻ കിട്ടിയപ്പോൾ അവിടെ ചേർക്കാനായി ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെ വണ്ടി ഓടിക്കുന്നവർക്കെല്ലാം നല്ല മലയാളം അറിയാം. അവരൊക്കെ ഇവിടെ ജോലിക്ക് വന്നവരാണ്. അതുപോലെ എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞാണ്, ബംഗാളിൽ ചെന്നപ്പോൾ അവിടെ ധാരാളം മലയാളം സംസാരിക്കുന്ന ബംഗാളികളെ അതായത് ഈ അടുത്ത് കാണാൻ കഴിഞ്ഞു. എല്ലാവരും പഠിച്ചു. അപ്പോൾ പല ആളുകളിലും ഇപ്പോൾ നമ്മൾ നോക്കിയാൽ അവർക്ക് കുറച്ചൊക്കെ മലയാളം അറിയുന്നു, ചിലർ നന്നായി മലയാളം സംസാരിക്കുന്നു. മറ്റു സ്ഥലങ്ങളിൽ നിന്ന് വന്ന ആളുകൾ, ഇപ്പോൾ അതിഥി തൊഴിലാളികളുടെ മക്കൾ ഇവിടെ മലയാളത്തിൽ A+ വാങ്ങിക്കുന്നു. ഇതിൻ്റെയൊക്കെ വാർത്തകൾ നമ്മൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ
മൂന്ന് ഭാഷ എന്തുകൊണ്ടും നല്ല കാര്യമാണ്. മിനിമം 3 ഭാഷകളും പഠിക്കണം. അത് ഇന്ത്യയിൽ മുഴുവൻ നടപ്പിലാക്കിയാൽ മതി. അത് എല്ലായിടത്തും നടപ്പിലാക്കാത്തതുകൊണ്ടാണ് പ്രശ്നം. എല്ലാവരും പഠിക്കട്ടെ 3 ഭാഷ. നോർത്ത് ഇന്ത്യക്കാര് സൗത്തിലെ ഏതെങ്കിലും ഭാഷ പഠിക്കട്ടെ, തമിഴോ മലയാളമോ ഏതെങ്കിലും. നമ്മൾ ഹിന്ദിയും പഠിക്കട്ടെ. നമ്മൾക്ക് പിന്നെ ഹിന്ദിയുടെ വിരോധമില്ലല്ലോ. ഞാനാണ് ഹിന്ദി സെക്കൻഡ് ലാംഗ്വേജ്, ഡിഗ്രി ക്ലാസ് വരെ എന്റെ സെക്കൻഡ് ലാംഗ്വേജ് ഹിന്ദി ആയിരുന്നു. ഹിന്ദി പരീക്ഷ തലേദിവസം ഞാൻ സെക്കൻഡ് ഷോ സിനിമയ്ക്ക് വരെ പോയി. അങ്ങനെയാണ് ഹിന്ദി പഠിച്ചത്. ശരി, ഹിന്ദി പഠിക്കാനാണോ ഹിന്ദി സിനിമയ്ക്കാണോ പോയത്? ഹിന്ദി സിനിമയ്ക്ക് തന്നെ പോയത്. ഞാൻ പറഞ്ഞത് നമുക്ക് ഭാഷയോട് ഒരു വിരോധം തോന്നേണ്ട ആവശ്യമില്ല. ഭാഷ ഏത് പഠിക്കുന്നത് നല്ലതാണ്. നരസിംഹറാവുവിന് 16 ഭാഷ എഴുതാനും വായിക്കാനും അറിയാമെന്നാണ് കേട്ടിട്ടുള്ളത്. അതൊക്കെ നല്ല കാര്യമാണ്. നല്ല സംസ്കാരം പടരാനുള്ള നല്ല ഒരു പരിപാടിയാണ് എത്രയും കൂടുതൽ ഭാഷ പഠിക്കുക എന്നുള്ളത്. അതിനോട് ആർക്കും വിരോധം തോന്നേണ്ട യാതൊരു ആവശ്യമില്ല. ശരി, ഓക്കെ, വ്യക്തമാണ്. അപ്പോൾ കൃഷ്ണൻകുട്ടി മണിമല പൊതുവേദിക്ക് ബഹുത് ബഡേ ദോസ്ത് എന്നാരോ എനിക്ക് കമൻറ്റ് അയക്കുന്നു. ഓക്കെ, ശരി, താങ്ക് യു സോ മച്ച്. അപ്പോൾ സേവ്യർ പറയുന്നു, മുല്ലപ്പെരിയാർ വിഷയം ഗൗരവമുള്ളതാണ്, ചതിച്ച് തമിഴ്നാട് മുന്നോട്ട് പോകുന്നു എന്ന് പറയുന്നു. ഇന്ന് ഭാഷ ഒരു വിഷയമല്ല, സാങ്കേതിക വിദ്യ എല്ലാം മാറ്റി എന്ന് കൃഷ്ണദാസ് പറയുന്നത് അതൊരു വലിയ കാര്യമാണ് കേട്ടോ. കാരണം ഇന്ന് ട്രാൻസ്ലേഷൻ എന്ന് പറയുന്നത് നമുക്ക് ഒരാൾ ഒരു ഭാഷയിൽ എഴുതിയാൽ ആ ഭാഷയിൽ അത് നമുക്ക് മിനിറ്റുകൾ കൊണ്ട് ട്രാൻസ്ലേറ്റ് ചെയ്തെടുക്കാം, സെക്കൻഡുകൾ കൊണ്ട് ട്രാൻസ്ലേറ്റ് ചെയ്തെടുക്കാം. സംസാരിക്കുമ്പോൾ തന്നെ അത് കൺവെർട്ട് ചെയ്യാനുള്ള ആപ്പുകളുണ്ട്. അങ്ങനെ പലതരത്തിലുള്ള സംവിധാനങ്ങളുണ്ട്. അതുകൊണ്ട് ഭാഷ ഇനിയൊരു തടസ്സമാകും എന്ന് തോന്നുന്നില്ല. അപ്പോൾ ഞാനിന്ന് ദേഷ്യപ്പെട്ടത് കൊണ്ടായിരിക്കാം ശശിധരൻ പിള്ള പറയുന്ന എൻ്റെ ഇന്നത്തെ പെരുമാറ്റത്തെക്കുറിച്ചൊക്കെ ചില പ്രതികരണങ്ങൾ അവിടെ നടത്തുന്നുണ്ട്. ഓക്കെ, അപ്പോൾ വിജയുടെ ഹിന്ദി വിരുദ്ധത നയം തെറ്റാണ് എന്ന് എന്നോട് മുരളീധരൻ PD പറയുന്നു. നോർത്ത് ഇന്ത്യയിൽ സ്റ്റേറ്റുകൾ ഹിന്ദി അറിയാത്തവരെ ജോലിക്കെടുക്കില്ല എന്ന് തീരുമാനിച്ചാൽ നമ്മൾ എന്ത് ചെയ്യും എന്ന് പറയുന്നു മനുജി. അപ്പോൾ കൃഷ്ണൻകുട്ടി മണിമല വരാത്ത സമയത്ത് കുറേ പേർ എനിക്ക് കമൻ്റ് അയച്ചു അദ്ദേഹത്തെ വിളിക്കണമെന്നൊക്കെ പറഞ്ഞ്. ഏതായാലും അദ്ദേഹം ഇന്നും നമുക്കൊപ്പം വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ ഈ വിഷയം യൂട്യൂബിലും പ്രേക്ഷകർക്കൊപ്പം ചർച്ച ചെയ്തു. വിജയുടെ ഈ നയം ശരിയാണോ എന്ന് ചോദിച്ചപ്പോൾ പക്ഷേ പല ആളുകളും എന്നോട് വിജയുടെ നയം ശരിയാണ്, നീറ്റ് വിരുദ്ധ അല്ലെങ്കിൽ ഹിന്ദി വിരുദ്ധ നയം അവർ എടുക്കുന്നതിൽ തെറ്റില്ല എന്ന അഭിപ്രായമാണ് 63% ആളുകളും പങ്കുവയ്ക്കുന്നത്. പക്ഷേ 37% ആളുകൾ പറയുന്നത് അത് ശരിയായൊരു നിലപാടല്ല എന്ന്. ഏതായാലും സംസ്ഥാനങ്ങളുടെ ഭാഷയും സംസ്കാരവും പാരമ്പര്യവുമൊക്കെ സംരക്ഷിക്കേണ്ടത് ജനാധിപത്യ ഇന്ത്യയുടെ ശക്തിയാണ്. തമിഴായാലും മലയാളമായാലും കന്നഡയായാലും ബംഗ്ലയായാലും ഒക്കെ നമുക്കൊക്കെ പ്രധാനപ്പെട്ടതാണ്. അത് ഓരോ പ്രാദേശിക സത്വവും ഇന്ത്യയുടെ വൈവിധ്യത്തിൻ്റെ അടയാളമാണ്. എന്നാൽ ആ വൈവിധ്യം ദേശീയ ഐക്യത്തിന് വിരുദ്ധമായ ഒരു മതിൽക്കെട്ടാൻ ആകാൻ പാടില്ല. മറിച്ച് കൂടുതൽ ശക്തമായ ഒരു ഇന്ത്യയെ പടുത്തുയർത്താനുള്ള ഒരു ഉപാധിയായിരിക്കണം അത്. ഭാഷകളെ സംരക്ഷിക്കാം, പ്രാദേശിക അഭിമാനത്തെ ഉയർത്തിപ്പിടിക്കാം, പക്ഷേ ദേശീയ മുഖ്യധാരയിൽ നിന്ന് നമ്മൾ ഒരിക്കലും അകന്നുപോയിക്കൂടാ. ഇന്ത്യയെ വിഭജിക്കുന്ന ഒരു ചിന്തകൾക്കും വളം വയ്ക്കാൻ ഒരു രാഷ്ട്രീയത്തിനും അവകാശമില്ല. നമ്മൾ തമിഴരാകാം, മലയാളികളാകാം, തെലുങ്കരാകാം, പക്ഷേ അതിനു മുകളിൽ നമ്മളെല്ലാവരും ഇന്ത്യക്കാരാണ്. അപ്പോൾ ഇന്നത്തെ പൊതുവേദി ഇവിടെ സമാപിക്കുകയാണ്. നാളെ മറ്റൊരു വിഷയമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.